സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് അവസാനം. ഇനി അടുത്ത കൊല്ലം നമ്മളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാം. നമ്മൾ ഏത് അവസ്ഥയിലായിപ്പോ അതുമാണ്. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ മുതലാക്കും. ഏറ്റവും നല്ല നിലയിൽ സമയത്തെ പാഴാക്കാതെ. അതുകൊണ്ട് അള്ളാഹു ചാല പാപങ്ങൾ പൊറുക്കാനായി നമുക്ക് തുറന്നൊരു മാസമാണ് റമദാൻ. ഇതിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരിക, ഇതിൽ കഴിഞ്ഞുകൂടുക. അതൊക്കെ അള്ളാഹുവിനോടുള്ള അടുപ്പത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും ആരെങ്കിലും അള്ളാഹുവിലേക്ക് ഒരു മുഴ ഒരു ചാണ എടുക്കുകയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴ എടുക്കും. അള്ളാഹുവിലേക്ക് ഒരാൾ ഒരു മുഴ എടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മാറെടുക്കും. ആരെങ്കിലും അള്ളാഹുവിലേക്ക് നടന്നു വരികയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് ഓടിച്ചെല്ലുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം. അള്ളാഹുവിലേക്കുള്ള അടുപ്പാണ് ഇത്. സത്യത്തിൽ അള്ളാഹുവിലേക്കുള്ള അടുപ്പ്. റമളാനായി ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കൽ. അള്ളാഹു ആണെങ്കിലോ അടിമകളെ പ്രതീക്ഷിച്ചിരിക്കാൻ, പുറത്തു തരാനായി നന്നാവുന്ന തീരുമാനിക്കുക. അതിനുള്ള വഴികൾ അള്ളാഹു ചോദിച്ചുകൊണ്ടിരിക്കുക. നന്നാവാനുള്ള വഴികൾ ചോദിക്കുക. മനുഷ്യൻ ദൃഢനിശ്ചയം എടുക്കാത്ത കാലത്തോളം അവനെ നന്നാക്കാൻ ലോകത്ത് ഒരാൾക്കും സാധിക്കും. സ്വന്തം മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു ഒരു ജനതയും മാറ്റം വരുത്തൂല എന്ന് അള്ളാഹു പറയണം. അതുകൊണ്ട് ഞാൻ നന്നാവണമെന്ന് എനിക്ക് തോന്നിയാലേ നന്നാൻ പറ്റൂ. അതിനുള്ള ദുആയും അതിനുള്ള അടുപ്പവും അതിനുള്ള പരിശ്രമവും ചെയ്യുമ്പോൾ അള്ളാഹു അവന്റെ കുതിർത്തുണ്ട് നമ്മളെ നന്നാക്കും. അതുകൊണ്ട് ഈ റമളാനെ നമ്മൾ ആ നിലയിൽ തന്നെ കാണും. ദീൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയും. ദീൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ കുറച്ച് ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നിക്ർ, സലാത്ത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ, അതാണ് ദീൻ എന്ന് വിചാരിച്ചിരിക്കുക. അത് ദീനിന്റെ ജുസുക്കളാണ്, അജ്സ ആണ്, ദീനിന്റെ ചില ഭാഗങ്ങളാണ്. ദീൻ മുക്കമ്മൽ ദീനാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മുക്കമ്മൽ ദീൻ, ദീൻ അത് മുക്കമ്മലായ ദീനാണ്, പൂർണ്ണമായ ദീനായി. പൂർണ്ണമായ ദീൻ. ദീനിലൊന്ന് ഈമാനാണ്. ഒരു കാര്യം, വിശ്വാസപരമായ കാര്യങ്ങൾ ഈമാൻ, ഈമാനുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന് ഇബാദ, ആരാധനാകർമ്മങ്ങൾ. മറ്റൊന്ന് മുആമല, ഇടപാട് ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ തുടങ്ങിയ കാര്യം. മറ്റൊന്ന് മുആശറ, കുടുംബ ബന്ധങ്ങൾ, മറ്റുള്ള ബന്ധങ്ങൾ. മറ്റൊന്ന് അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവം. ഈ 5 സാധനങ്ങൾ മുക്കമ്മലാവുമ്പം ദീൻ എന്താവും? പൂർത്തിയാവും. 5 സബ്ജക്റ്റിലും ഫുൾ A+ വാങ്ങണം. നമ്മളിന്ന് ഒരു ഭാഗം മാത്രം നോക്കണേ. ഇബാദത്തിന്റെ ഭാഗം ഇങ്ങനെ കുറച്ചൊക്കെ നോക്കണ്ടേ. ഇബാദത്തിന്റെ ഭാഗങ്ങൾ അത് കുറച്ച് നോക്കും. ഈമാന്റെ കാര്യത്തിൽ ഒറ്റ അശ്രദ്ധയിലാണുള്ളത്. ഈമാന്റെ കാര്യത്തിൽ ഒറ്റ അശ്രദ്ധയിലാണ്. മുആമലാത്തിന്റെ കാര്യത്തിൽ വളരെ വീക്കാണ്. അഖ്ലാഖിന്റെ കാര്യം അതും വീക്കാണ്. മൊത്തത്തിൽ മാർക്ക് കണക്കൂട്ടിയൊക്കെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്, ഞാൻ വിജയിക്കുന്നത്. ആഖിറത്തിൽ എത്തുമ്പോഴാണ് അതൊക്കെ അറിയാം. ഇതിനൊക്കെ കോടതികളുണ്ട്. ചെന്നപാടെ ഒരു കോടതി ഉണ്ട്. ഫസ്റ്റ് ഈമാൻ ശിർക്കിന്റെ ഇടയിലുള്ളതാണ്. അത് ശിർക്കിന്റെ അയലുകാരൊക്കെ ഒരു ഭാഗത്തേക്കാക്കും, ഈമാന്റെ അയലുകാർ ഒരു ഭാഗത്ത്. പിന്നെ അവരിൽ ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇബാദത്തിനെ പറ്റി ചോദിക്കും. അവലുമായി ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ മനുഷ്യനോട് ഈമാന്റെയും ശിർക്കിന്റെയും കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ചോദിക്കൽ നിസ്കാരത്തിനെ പറ്റി. ഇബാദത്തിന്റെ ലൈൻ തുടങ്ങും. പിന്നെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും. മുആശറാത്ത് ഉണ്ടാവും, ഇടപാടുകൾ, കുടുംബ ബന്ധങ്ങൾ, മുആമലാത്ത്, ഇടപാടുകൾ. ഇതൊക്കെ അപകടകരമായ മേഖലകളാണ്. ഓരോരോ സംഗതികളോ ഇല്ലെങ്കിൽ കുടുങ്ങും. നബിതങ്ങൾ പറഞ്ഞു, മൻ ഖശ്ശ ഫലൈസ മിന്ന. ആരെങ്കിലും ചതി നടത്തുകയാണെങ്കിൽ, വഞ്ചിക്കുകയാണെങ്കിൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ. എന്തെങ്കിലും ഒരു ഇത് ചെയ്താൽ, ഒരാളെ പറ്റി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ പറഞ്ഞു, യുദ്ധ മൈതാനിയിൽ കിടക്കുന്ന ഒരാളാണ്, ഷഹീദായി, അദ്ദേഹം മരിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് സ്വർഗവാസിയാണെന്ന്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇയാൾ വല്ല പുതപ്പും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ, ഗനീമത്തിന്റെ പുതപ്പും മറ്റും എടുത്തിട്ടുണ്ടെങ്കിലോ അയാൾ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുക? അയാൾ നരകവാസിയാവില്ലല്ലോ. എല്ലാവരും പറഞ്ഞതാണ് സ്വർഗവാസിയാണെന്ന്. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുതപ്പ് കിട്ടി. ഒറ്റ പുതപ്പിന്റെ പേരിൽ നരകം. ഇടപാട് ബന്ധങ്ങൾ. അതുകൊണ്ട് കുടുംബ ബന്ധം, എല്ലാ കാര്യങ്ങളെയും നന്നാക്കുക എന്നുള്ളത് നമ്മളൊരു പരിപാടിയാണ്. ഒരു നിസ്കാരം മാത്രം, ഒരു നോമ്പ് മാത്രമല്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പലതും കൊണ്ട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹ,
ആരംഭത്തിൽ നിസ്കരിപ്പാൻ കൊടുത്ത ഉടനെ അവൽ വക്തിൽ നിസ്കരിക്കലാണ്, തോന്നുമ്പോഴല്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. പിന്നീട് പിന്നെ ഏതാണ് ചോദിച്ചു? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിതാവ് നിന്റെ സ്വർഗത്തിന്റെ കവാടാണ്, ഇഷ്ടമുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ പാഴാക്കിക്കോ. എന്നുവെച്ചാൽ വാപ്പനോട് മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ ഈ എത്ര അമൽ ചെയ്തില്ല, ബാധകൾ ലോസായിരിക്കും. ഉമ്മ എന്റെ കാലിന്റെ അടിയിലാണ് നിന്റെ സ്വർഗം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, ഒരു ജീവിതം പഠിപ്പിച്ചു. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മാത്രമാണ് ദീൻ എന്ന് വിചാരിക്കരുത്. ദീനിൽ കുറെ ശാഖകൾ, ശുഅബ, അത് ചേർന്നതാണ്. മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ നബി തങ്ങൾ സാഹചര്യങ്ങൾ പറഞ്ഞു, എല്ലാവരും മിമ്പറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി. ഒന്നാമത്തെ സ്റ്റെപ്പിൽ തങ്ങൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തേൽ പറഞ്ഞു, മൂന്നാമത്തേൽ പറഞ്ഞു. സഹാബാക്കൾ നബി തങ്ങൾ സാഹചര്യങ്ങൾ താഴെ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം ഇപ്പോൾ കേട്ടിട്ടുണ്ട്, എന്താണ്? അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആമീൻ. ഞാൻ ഒന്നാമത്തെ പടി കയറിയപ്പോൾ ആമീൻ പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വന്നിട്ട് പറഞ്ഞു, റമളാൻ മാസം വന്നിട്ട് ഒരുവന്റെ പാവങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ അവൻ നാശമായിട്ട് പോട്ടെ. റമളാൻ മാസം വന്നു, ഞാൻ 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഈ ഇരിക്കുന്ന നമ്മൾ ആലോചിക്കാം, അത് പൊറുത്തിട്ടുണ്ടാവോ ഇല്ലെന്ന്. നമ്മളെല്ലാം നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ടാവും, നമ്മൾ ഉഷാർ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, നമ്മൾ ഭയങ്കര സംഭവം കഴിക്കും. പൊറുത്തിട്ടുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്, ഇല്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ദുആയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ നേതാവാണ്. നബിമാർക്ക് വഹി കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച നബിമാരെയും അള്ളാന്റെ ഇടയിലുള്ള ആളാണ് ആര്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നൊക്കെ പറഞ്ഞ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള വിശ്വസ്തനായ ജിബ്രീൽ അലൈഹി സ്വലാം ദുആ ചെയ്യാൻ. ജിബ്രീൽ അലൈഹി സ്വലാം സ്വന്തമായിട്ട് വന്ന് ദുആർക്കുന്നില്ല, മുമ്പിടുന്ന് വെറുതെ എന്നാ തങ്ങൾ മിമ്പറും ഒരു ആമീൻ അടിച്ചു കൊടുക്കാന്ന് എല്ലാവരും ദുആ ചെയ്തിടാ. അങ്ങനെ ദുആ ചെയ്യുന്നൊന്നല്ല. ലാ യഅസൂന അല്ലാഹ മാ അമറു വയഫഅലൂന മാ യുമറൂൻ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് എതിര് ചെയ്യൂല, എന്താ കൽപ്പിച്ചത് അത് കൃത്യമായിരിക്കും. അപ്പൊ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം വന്നതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് ആമീൻ പറഞ്ഞു, എന്നൊരു ദുആ ചെയ്തു. നബി തങ്ങൾ ആമീൻ പറഞ്ഞു. കഴിഞ്ഞ് രണ്ടാമത്തെ പടി കയറിയപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരാളുടെ അടുക്കൽ പറയുകയും വലം യുസല്ലി അലൈക, അവർ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവർ നശിച്ചോട്ടെ. എന്റെ ഹബീബിന്റെ മേൽ ഒരു സലാത്ത് എല്ലാം കൂടി കഴിയാത്തും അവൻ നശിച്ചോട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞു, മൂന്നാമത്തെ പടി കയറിയപ്പോൾ ആമീൻ പറഞ്ഞു, 6 അടുക്കൽ അവന്റെ മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ ഉണ്ടാവുകയും എന്നിട്ട് അവർ 2 പേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ നാശിച്ചു പോട്ടെ. മാതാപിതാക്കളെ എവിടുന്ന് പ്രവേശിപ്പിക്കണം? അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് നശിക്കട്ടെ. എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിലേ എവിടേക്ക് കയറാൻ പറ്റുള്ളൂ? സ്വർഗത്തിൽ കയറാൻ പറ്റുള്ളൂ. നമ്മൾ തഹജ്ജുദ് ഊത്തി മറന്നാലും അവിടുന്ന് അത് ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഉള്ളത്, ഏതൊക്കെ സ്ഥലത്തുണ്ട്. ഒരു പുറപ്പെടുത്താൻ നൽകത്തില്ല, ഒരു പുറപ്പെടുത്ത എയറിൻ്റെ പുറത്ത് ഇത്തിയാദിന്റെ ഒക്കെ പുറത്താണ് ആൾക്കാർ. എനിക്ക് കാണുമ്പോൾ ഈ അതീതമുണ്ട്. കാരണം അതീതിന്റെ വാക്കും പുറത്തു നിന്നാണ്. അതിൻ്റെ അർത്ഥം പുറത്തന്നെ എടുത്താലേ പോകുള്ളൂ എന്നല്ല, ഒരു മാമൂലി സാധനമാണ് പുറത്ത് എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ എന്തെടുത്താലും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ധനം അപഹരിക്കൽ ചെറിയ കാര്യമല്ല, ആണ് നരകത്ത് കൊണ്ടെത്തിക്കും. എല്ലാ ഭാഗങ്ങളെയും ദീൻ നോക്കുന്നുണ്ട്. അയൽവാസിന്റെ ദീൻ നോക്കുന്നുണ്ട്, മാതാപിതാക്കളുടെ ദീൻ നോക്കുന്നുണ്ട്, മക്കളുടെ ദീൻ നോക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മൾ എത്തിക്കണം, അല്ലെങ്കിൽ നാശിക്കണം. മാതാപിതാക്കളോടുള്ള കടമ അല്ലാഹു ഉത്തര പറഞ്ഞു പറയുന്നത് ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് പറഞ്ഞു. വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറയും, എന്നിട്ട് അല്ലാഹു പറയും വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കരുത്. മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണം. അള്ളാഹ് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ പിന്നെ പറഞ്ഞത് മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. മനുഷ്യനോട് നമ്മൾ വസിയത്ത് ചെയ്യാണ്. ആര്? അള്ളാഹു വസിയത്താണ് ഈ കണ്ട നമ്മളോട്.
നമ്മളുണ്ടാക്കിയ പടച്ചവൻ, നമ്മളെ ഖാലിഖായ അല്ലാഹു നമ്മളോട് വസിയ്യത്ത് ചെയ്യാണ്. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന് അല്ലാഹു വസിയ്യത്ത് ചെയ്യാണ്. എന്തിനാ മാതാപിതാക്കളോട് ഗുണം ചെയ്യേണ്ടത്? വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ഹമലത്ഹു ഉമ്മുഹു, അല്ലാഹു പറയാണ് അവന്റെ ഉമ്മ അവനെ ചുമന്നു വഹിച്ചു. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചു. പ്രയാസത്തിന് മേൽ പ്രയാസം സഹിക്കാറിനാൽ നമുക്കറിയല്ലോ, നല്ല ഫുഡ് ഉണ്ടായിട്ട് അത് കുറച്ച് സമയം ഉണ്ടായപ്പോൾ ഒന്ന് ഉഷാറായിട്ട് തിന്നാൽ അതിൻ്റെ ലിമിറ്റിന്റെ അപ്പുറത്തേക്കായാലും പിന്നെ ആരും അടങ്ങാറാവും. പറയുവായി നമ്മളെന്നെ അടങ്ങാറാവും. നടക്കാൻ അടങ്ങാറിയിക്കും, ഇരിക്കാൻ അടങ്ങാറിയിക്കും, കിടക്കാൻ അടങ്ങാറിയിക്കും, അല്ലേ? ആകെ ബുദ്ധിമുട്ടാണ്. ആ കുറച്ച് ചോറ് കൂടിയിട്ടേ ഒരാൾക്ക് എത്ര ആളാ പറയലും? ചോറ് വെക്കുന്ന ആൾക്കാരൊക്കെ എത്ര പറയും? 250. 150 എത്ര വൈകി? 150 250 150 ഗ്രാം കൂടിയിൽ അത് 250 ആയാലും എന്താവും പറയും? പ്രയാസമാണ്. 250 ഗ്രാം കൂടി നമ്മളിങ്ങനെ നടക്കലും സോഡൊക്കെ അന്വേഷിച്ച് അങ്ങനെ നടക്കൊരു ഇടങ്ങേറ് കുടിച്ചിട്ട് നടക്കുന്നു. ഒരു കുറഞ്ഞ സമയത്തേക്കാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടാവും? 2.5, 3, 3.5, 4 കിലോ. അതിന് ഓരോ ദിവസം കൊണ്ടുവരുന്ന പോരാ, മാസങ്ങളോളം കൊണ്ടെടുക്കണം. മര്യാദയ്ക്ക് കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പറയുന്നത് അല്ല പറയാം. അവന്റെ ഉമ്മ ബുദ്ധിമുട്ടിച്ച ശേഷം പിന്നെയും ബുദ്ധിമുട്ട് സഹിച്ചിട്ട് അവന് ചുമന്നു. 2 വർഷം പാലൂട്ടി. പ്രസവിക്കൽ മാത്രമല്ല, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ആ സ്ത്രീന്റെ ശരീരത്തിന്റെ മൊത്തം ഞരമ്പുകളും വരിഞ്ഞു മുറിഞ്ഞു. മരണത്തിന്റെ വേദനക്ക് അപ്പുറത്തുള്ള തൊട്ട് മുന്നിലുള്ള വേദനയാണിത്. എത്ര വേദന സഹിക്കണറിയോ? എത്ര വേദന സഹിച്ചൊരുമ്മ, എത്ര വേദന സഹിച്ചിട്ടൊരുമ്മ കൊണ്ടെടുക്കാൻ. 2 വർഷം പാലൂട്ടണം. 2 വർഷം പാലൂട്ടണം. ആ വർഷങ്ങൾ ചെറുതല്ല, ഇടങ്ങേറിന്റെ കാലഘട്ടമാണ് ഇത്. ഈ കുട്ടികൾ, ചെറിയ കുട്ടികളെ കൊണ്ടെടുക്കാൻ പറഞ്ഞേ കുറെ ഇങ്ങനെ കിടക്കും, പിന്നെ മുട്ടുത്തിയും അവർ കണ്ടൊക്കെ പോരും. അവിടെ കണ്ട ഈ ചെറിയ പ്രാണിയൊക്കെ എടുത്ത് എന്ത് ചെയ്യും? തിന്നും. എല്ലാ പ്രശ്നങ്ങളുണ്ടാവും. അതിന് കൊണ്ടിറക്കണ്ടേ, അതിന് കൃത്യസമയത്ത് പാല് കൊടുക്കണം. ഒരു വേറെ ചുറ്റുപാടൊന്നും ഉണ്ടാവില്ല, അത് തന്നെയാണ് ഉണ്ടാവുക. അതൊക്കെ ഉമ്മ സഹിക്കാൻ, പാല് കൊടുക്കലും കൊണ്ടെടുക്കലും. എന്നിട്ട് അത് പറയണം, അനിഷ്കുർലി, എന്നോട് നന്ദി കാട്ടണം. അനിഷ്കുർലി വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കളോട് ഈ നന്ദി കാട്ടണം. അള്ളാഹ് ഇങ്ങനല്ലാണ്ട് എങ്ങനെ പറഞ്ഞില്ല? ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇത് ചെയ്യാതെ വന്നവൻ എന്താ കാട്ടത്? അനിഷ്കുർലി വലിവാലിദൈക്, എന്നോട് നന്ദി കാണിക്കും, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കും. അത് വസിയ്യത്ത് ചെയ്യാണ്. ആര്? മനുഷ്യർക്ക് പൊക്കിളുണ്ട്. പൊക്കിളിന്റെ ഉപകാരം എന്താ? മായ അടിച്ചാൽ എന്ത് ചെയ്യണം? അതിന് ചുറ്റും എന്ത് ചെയ്യണം? അതിനുള്ളൊരു മാർക്കിംഗ് അല്ലേ? ആണോ? അതിനുള്ള മാർക്കിംഗ് ഒന്നല്ല. കാരണം എല്ലാവരും ഒന്നും എന്ത് കടിക്കല്ല, അതിനുള്ളതല്ലത്. അത് അല്ലാഹു നിലനിർത്തിയത് എന്തിനാണ് പറഞ്ഞാൽ, മനുഷ്യൻ എത്ര അഹങ്കാരിയാണെങ്കിലും അവനൊരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. നിന്റെ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിനക്ക് ആഹാരം നൽകാനുള്ള ഒരു കണക്ഷൻ ആണത്. ചെറിയ കുട്ടികൾ ജനിച്ചാൽ നിങ്ങൾ അപ്പം പോയി നോക്കിയാൽ മതി. ഒരു വയറിങ്ങനെ മുറിച്ചിട്ട് മടക്കിയിട്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിന് വേറെ സ്ക്രൂ ഡ്രൈവർ വേറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യല്? ആണോ? അയച്ചെടുക്കലൊന്നല്ല. അതിങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ എന്താവും? എങ്ങനത്തെ ഫിറ്റിങ്സ് ആണ് നിങ്ങൾ ആലോചിച്ചൊക്കെ? നീക്കൊന്നുണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു ഐറ്റംസ് ഫിറ്റിംഗ് ആണ് വെച്ചതാണ്. ഇത് അല്ലാത്ത വേറെ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. സ്ക്രൂ ഇല്ല, സ്റ്റാൻഡർ ഇല്ല, പിരിയില്ല, ഒന്നുമില്ല. അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താണ് പറയും? കൊഴിഞ്ഞു പോവാ. പൊക്കിൾ കൊടി കൊഴിഞ്ഞു പോയി. പക്ഷെ കൊഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹു ആ മാർക്ക് ഒഴിവാക്കില്ല. എന്തിനാണ് അറിയോ? നിന്റെ ഉമ്മനോട് നിനക്ക് കടമുണ്ട് എന്ന് പറയാനാണ്. പൊക്കിളുകളോടത്തോളം കാലം ഉമ്മന്റെ മേൽ ധിക്കാരം കാട്ടരുത്. മായാത്ത അടയാളം ചാർത്തിയേക്കണം. ഉമ്മനോട് നീ അനുസരണ കരുത്. ഈ കോലത്തിൽ ഈ മക്കളെ വലുതാക്കി കൊണ്ടുവരും. ഖുർആൻ വളരെ വ്യക്തം, ഒരു സ്ഥലത്തൊന്നല്ല പറഞ്ഞത്, എത്രയോ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നുണ്ട് മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണം, അല്ലാഹു ഇബാദത്ത് ചെയ്യണം, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യണം.
സൂറത്ത് അൻആമിൽ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, ഖുൽ തആലൂ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി. സൂറത്ത് അൻആമിൽ വരാണ് പ്രത്യേക സ്റ്റൈലിലാ പറഞ്ഞത്. ഖുൽ തആലൂ അല്ലാഹു പറയാണ്, വരീൻ തആലൂ അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹറാമാക്കിയത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് ഒന്നാമത് പറയണേ അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനോട് ഒന്നിനും പങ്കു ചേർക്കരുത്. പങ്കു ചേർക്കൽ എന്താണ്? ഹറാമാക്കിയതാണ്. അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളാ പറഞ്ഞത്. മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങളെ മേലെ ഹറാമാക്കിയ കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അള്ളാഹ് കാര്യം പറയണേ. അതിൽ ഫസ്റ്റ് പറഞ്ഞത് അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, മാതാപിതാക്കളോട് എന്ത് ചെയ്യരുത്, അല്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. എങ്ങനെ ഹറാമാകാം? നിങ്ങൾ ആലോചിച്ചില്ല. ശരിക്കും പറയണ്ട മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്നാ പറയണ. അഖുൽ വാലിദൈൻ വലാ തഅഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്. അത് നിങ്ങളോട് എന്ത് ചെയ്യാണ്? അത് നിങ്ങൾക്ക് ഹറാമാക്കി പറഞ്ഞ അങ്ങനല്ല. ഈ ഹറാമുകൾ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു സാധനം എങ്ങനെ പറയണം? വബിൽ വാലിദൈനി ഇഹ്സാന. പിന്നെ കഴിഞ്ഞ വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യമായ കുട്ടികളെ കൊല്ലരുത്. അതൊക്കെ കറക്റ്റ്, അത് ഹറാമാക്കിയതാണ്. പക്ഷെ ഇവിടെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾ ഗുണം ചെയ്യണം. മുഫസ്സിരിങ്ങൾ എഴുതുന്നുണ്ട്, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ പൂർത്തിയാവില്ല. ഒരാൾ ഉമ്മയും അവരൊന്നും ചെയ്യൂല, ഒരു ഉപദ്രവം ഉണ്ടാക്കൂല. എന്നാ ഉമ്മനോടും അവരോടുള്ള കടമ പൂർത്തിയാവില്ല. അവർക്ക് ഉപകാരം ചെയ്താലേ പൂർത്തിയാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലുണ്ടായി പറഞ്ഞേ? ഒരാളൊന്നും ഒരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും എന്ത് ചെയ്യൂല, ഒരു ഉപദ്രവം ചെയ്യില്ല. ഞാൻ ഒരു ഉപദ്രവത്തിന് പോകില്ല എന്നാണ്. പറ്റൂല. എന്തു ചെയ്യണം? ഉപകാരം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യമായ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലൽ ഹറാമാണ്. എങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച്. നിങ്ങൾ ഞാൻ ഉമ്മനും അവനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറ്റൂലേ. ഈ ഉപകാരം ചെയ്യണം. ചിലർക്കണ്ട് വേ പരക്കെടുത്ത് നിങ്ങള് എവിടേക്ക് ഇനിയിപ്പോ നമ്മളേന്ന് വാപ്പത്തും ഒക്കെ ഒരു ഇടങ്ങും നമ്മള് പരത്ത് നമ്മളെ കൊണ്ടാട്ടിനും കൊണ്ടാട്ട് പോയാല് വബിൽ വാലിദൈനി ഇഹ്സാന, വീടില്ല അല്ലാഹു മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഅ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ അടുക്കൽ അവർ വാർദ്ധക്യത്തിൽ അവർ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ അങ്ങനൊക്കെ പറയേണ്ട ആവശ്യം എന്താ? വീടിന്റെ അല്ലാഹു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല അന്ന് പറഞ്ഞത്. രണ്ടാള് അല്ലെങ്കിൽ ഒരാള് വാർദ്ധക്യത്തിൽ നിലനിൽക്കരുത്. അവർ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും വാർദ്ധക്യത്തിൽ നിലനിൽക്കരുത്. അവർ രണ്ടുപേരോടും നീ പറയരുത് ഉഫിൻ, ഉഫ് എന്ന് പറയരുത്. ഉഫിന് സാധാരണ നമ്മളെ മലയാളത്തിലൊക്കെ അർത്ഥമാക്കൽ ചേ എന്നാണ്. ചേ എന്ന് പറയരുത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഉഫ് എന്ന വാക്കിനേക്കാളും ലഘുവായ ഒരു വാക്ക് അറബിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതും ആര് പറഞ്ഞേ? അല്ലാഹു പറഞ്ഞേ. എന്നുവെച്ചാൽ ഉമ്മനോടും വാപ്പനോടും വെറുപ്പ് പ്രകടിപ്പിക്കാൻ പറഞ്ഞ ഒരു വാക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, എന്ന് പറയാൻ പാടില്ല. അതിന് ഉലമാക്കൾ പല വ്യാഖ്യാനങ്ങളും പറയുന്നത്. ചിലർ പറഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ബെഡിൽ തന്നെ എന്ത് ചെയ്യും, ബെഡിൽ മൂത്രയിക്കും, ചിലപ്പോൾ ബെഡിലും ആവശ്യങ്ങൾ പൂർത്തിയാക്കും പോലെ അറിയലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് വൃത്തിയാക്കുന്ന സമയത്ത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ടാവരുത്? മാതാപിതാക്കളോട് ചേ പറയരുത് എന്നല്ല പറയുന്നത്. അത് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ചേ, അതിന്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോ ചേ എന്നുള്ളൊരു കാര്യം പറയരുത്. ഇനി ഇതിനപ്പുറം എന്താ പറഞ്ഞേ നമുക്ക്? കാരണം ഇവരാരാണ്? ഇവര് നമ്മളെ പോറ്റി വളർത്തും. നമ്മൾ കുട്ടിയാവുമ്പോൾ ഇവരെ മേലൊക്കെ നമ്മൾ മൂത്രയിക്കുകയും നമ്മൾ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. അതൊന്നും ഒരു വെറുപ്പില്ലാതെ നമ്മൾ സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ചിരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടെടുക്കുന്നത്. പുതിയ ഡ്രസ്സ് മാറ്റി തന്ന അപ്പം തന്നെ അതിൽ മൂത്രയിച്ചാലും ഒരപ്പം തന്നെ മാറ്റി നമുക്ക് കഴുകി മുത്തം തന്ന് പിന്നെ വീണ്ടും സ്നേഹത്തിലാണുള്ളത്. അല്ലാഹു തആല പറഞ്ഞ തിരിച്ചു കൊടുക്ക്. അവരെ വരട്ടരുത്.
ഉറപ്പ് പീഡിപ്പിക്കരുത്, ഒരു ഞെട്ടിക്കരുത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഓടി നിങ്ങളിലേക്ക് ആസ്വദിക്കേണ്ട അവസ്ഥ വരും, ആശ്രയിക്കേണ്ട അവസ്ഥ വരും. അപ്പം നീ അവർ ഞെട്ടിക്കരുത്. മാന്യമായ വർത്താനെ പറയാൻ പാടും. അള്ളാഹു പറയുന്നത് പേടിപ്പിക്കരുത് നല്ല മതി, പറ്റില്ല, മാന്യത്തെ പറയാൻ പാടുള്ളൂ, മാന്യത്തെ പറയാൻ പാടുള്ളൂ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പനോട് പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ആരോട്? സ്വന്തം വാപ്പനോട് പറയണ, യാ അബത്തി ലാ തഅബുദ് ശൈത്താൻ, ശൈത്താൻ ആരാധിക്കരുത്. വാപ്പക്ക് എന്താ പണി? വാപ്പക്ക് വിഗ്രഹ നിർമ്മാണമാണ് പണി, അള്ളാഹ്ക്ക് പകരം ഉണ്ടാക്കുന്ന പണിയാണ്, കൊച്ചല്ലാഹുമാരുണ്ടാക്കുന്ന പണിയാണ് ആർക്ക്? വാപ്പക്ക്. അതിന്റെ സമ്പാദ്യം ആറാമാണ്. അള്ളാഹിനോട് എതിരാണ് ചെയ്യുന്നത്, സ്വന്തം എതിരെയല്ല, ബാക്കിയുള്ളവർക്ക് എതിരെയാണ് സാധനങ്ങൾ ഉണ്ടാക്കണം. ഇത്ര വൻ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വാപ്പനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് അള്ളാഹ് പറഞ്ഞുതരാണ്. യാ അബത്തി, ഉപ്പ, പൊന്നുപ്പ, സ്നേഹത്തിൽ വിളിക്കാൻ. യാ അബത്തി ലാ തഅബുദ് ശൈത്താൻ, ശൈത്താൻ നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ, റഹ്മാനോട് എതിര് ചെയ്തതാണ്. പിന്നെ അടുത്തു, യാ അബത്തി, റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അപ്പ നിങ്ങളിത് ചെയ്യുന്നതിൽ പേര് അള്ളങ്ങളെ റഹ്മാനാകെ ഉപയോഗിക്കരുത്. അള്ളാഹെന്നൊക്കെ പറഞ്ഞതിന് പകരം റഹ്മാൻ, അള്ളാന്റെ കരുണയും കൂടി ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴും വിളിക്കുന്നത് യാ അബത്തി, രണ്ടാമത്തെ യാബത്തി. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും പറയാണ്, ഇപ്പ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിടാൻ പറഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴാ അതൊക്കെ പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹോട് പൊറുക്കുന്നത്. വാപ്പനോടുള്ള കടമ, ഏത് വാപ്പ? വിഗ്രഹം നിർമ്മിക്കുന്ന വാപ്പനോട് എങ്ങനെ പെരുമാറണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ മാന്യമായി ഇടപെടണം, അവരോട് ഗൗരവത്തിൽ സംസാരിക്കരുത്. മുഫസ്സിരിങ്ങൾ എഴുതുന്നുണ്ട്, വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ എന്നുള്ളൊരുത്ത് എഴുതുന്നുണ്ട്, കണ്ണുകൊണ്ട് പോലും നിങ്ങൾ കോപത്തിന്റെ ലക്ഷണങ്ങളെ പ്രകടിപ്പിക്കരുത്. നാവുകൊണ്ടൊന്നും പറയില്ല, ചിലപ്പോൾ നമുക്ക് വിളിച്ചൊക്കെ കയറിയാൽ ഒന്നും പറയാനും പറ്റില്ല. പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് ഉണ്ടാവും എന്ത്? ഒരു നോട്ടം, അതിർത്തിയുടെ നോട്ടം, അത് പറ്റൂല എന്നാണ് വലാ തൻഹറുമക്ക് ചില മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനം. നീ നാവുകൊണ്ടൊന്നും പറയില്ല, പക്ഷെ എന്ന് വെച്ചാൽ മാതാപിതാക്കളോടുള്ള കടമ പടച്ചവൻ പറയണം. ولا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه. കാരുണ്യത്തിന്റെ, വിനയത്തിന്റെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കുക. അവരോട് കാരുണ്യത്തോടെ പെരുമാറാൻ പാടുള്ളൂ. നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവാം, നിനക്ക് എൻ്റെ വീട്ടിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അവരോട് നീ മാന്യമായി കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. എന്താ ദുആ ചെയ്യേണ്ടതെന്നും കൂടി പഠിപ്പിച്ചു തരാൻ ആര്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് മാതാപിതാക്കളോട് എത്ര കടമ്പുണ്ട്. ഒരു സഹാബി എന്നിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും നല്ല ബാധ്യത, കടമ, സഹവാസം ആരോടാണ് ചോദിച്ചു. നിന്റെ ശാസ്ത്രം പറഞ്ഞു, ഉമ്മുക്ക. തുമ്മൻ ചോദിച്ചു, പിന്നാരാണ്? ആല ഉമ്മുക്ക, ഉമ്മയാണ്. പിന്നെ തുമ്മൻ ആല ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. നാലാമതാണ് നബിയുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് എന്ത്? നിന്റെ പിതാവ്. പല മക്കൾ പറയുന്നുണ്ട്, ഉമ്മക്ക് 3 സ്റ്റേജ് മുകളിലാണുള്ളത്. കാരണം ഈ വേദന മുഴുവൻ തിന്നത് ആരാണ്? ഉമ്മയാണ് തിന്നത്, ഉമ്മയാണ് തിന്നത്. നിന്റെ കയ്യിൽ ഒരു സാധനമേ ഉള്ളൂ, ഒരു സാധനമേ ഉള്ളൂ. അത് ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ്? ആ ഉമ്മക്കുള്ളതാണ്. അതാണ് ആ തർത്തീബ് പറഞ്ഞിരുന്നത്. വരയിൽ ഒരു കട്ടിലേ ഉള്ളൂ, അതിനോട് ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ. അതാർക്കുള്ളതാണ്? പാരയായി ഉമ്മക്കുള്ളതാണ്. ഉമ്മ വാപ്പം കൊടുത്താൽ വേറെ കാര്യം. ഉമ്മക്ക് അത്ര ഗ്രേഡ് ഉണ്ട്. ഉമ്മ ഉള്ളവർക്ക് ഉമ്മനറിയില്ല, ഉമ്മ ഇല്ലാത്തവർക്ക് ഉമ്മനറിയും. ഈ കൂട്ടത്തിൽ കുറെ ആൾക്കാരുടെ ഉമ്മ മരിച്ചിട്ടുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. ഉപ്പനെ കണ്ടിട്ടില്ല. ഉമ്മ നബിതങ്ങളുടെ ശാസ്ത്രം ഞങ്ങൾ കൊണ്ടുവരുന്നു. നബിതങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ആദ്യത്തെ മദീന യാത്ര ആരെ കൂടെയാണ്? ഉമ്മാന്റെ കൂട്ടത്തിലാണ്. 6 വയസ്സിലുള്ളത്. അങ്ങനെ കുടുംബക്കാരൊക്കെ പോയി കണ്ട് തിരിച്ചു വരാൻ ആകെ 3 ആൾക്കാരല്ല. ഒന്ന് നബിതങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ഉമ്മ,
ആമിന. രണ്ട്, നിബിധങ്ങൾ ശാസ്ത്രം തങ്ങളുടെ ഉമ്മന്റെ കൂടെ ഉണ്ടായിരുന്ന അടിമ സ്ത്രീ. നിബിധങ്ങൾ ശാസ്ത്രം തങ്ങളുടെ പാലൂറ്റിയ ഉമ്മയാണ്. നിബിധങ്ങൾക്ക് 3 ആൾക്കാരാണ് പാലൂറ്റുന്നത്. അതിൽ ഒരാൾ ആരാണ്? ഉമ്മു ഐമനാണ്. പാലൂടിച്ചിട്ടുണ്ട്. പാലൂടിച്ച ഉമ്മയാണ്. റവാ, മുലകുടി ബന്ധമുള്ള ഉമ്മയാണ്. പിന്നെ നിബിധങ്ങൾ ശാസ്ത്രം. നിബിധങ്ങൾ ശാസ്ത്രങ്ങൾക്ക് 6 വയസ്സ്. 6 വയസ്സുള്ള കുട്ടി പറഞ്ഞാൽ നമ്മൾ ആലോചിക്കാം, മദ്രസത്തിൽ 1-ാം ക്ലാസ്സിലൊക്കെ ചെറിയ ചെറിയ കുട്ടി. ആ കുട്ടിനെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അബവാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മളിപ്പം വേറെ വഴി കൂടെ പോകുമ്പോൾ മദീന ഇപ്പം പോണ വഴി അല്ലാത്ത വേറൊരു വഴിയുണ്ട്, ബദർക്കൊക്കെ തിരിഞ്ഞു പോകണം. ആ വഴിയിലൂടെ പോയാൽ ആ അബവാദ് നെയ്തിച്ച് കാണാം. ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അബവാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാമെന്നാണ്. എന്നിട്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ എഴുതുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോൾ അവിടെ ഖബറടക്കി. നിബിധന സാധനങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മരണമാണ്. ഖബറടക്കണമൊക്കെ ആദ്യമായിട്ട് കാണാൻ ഈ കുട്ടിയുണ്ട്, ഉമ്മു ഐമനും ഉണ്ട്. ഉമ്മു ഐമൻ ഒരു മലന്റെ ഒരു ചെറിയ കുന്ന്, ഈ അബവാദ് എന്ന് പറഞ്ഞാൽ കുറെ കുന്ന് പ്രദേശങ്ങളാണ് പോലും. ആ കുന്നിന്റെ മുകളിൽ ഇങ്ങനെ കയറിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ മേൽ കൈ വെച്ചിട്ട് കിടക്കുക. എന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മ. കാരണം മരണത്തിനെ പറ്റി ഐഡിയ ഇല്ല, ചെറിയ കുട്ടിയാണ്. അരങ്ങൊന്നും ഒറ്റ ആലോചിക്കാൻ, ഒരു 6 വയസ്സായ ഒരു കുട്ടി വഴിയിൽ സ്വന്തം ഏറ്റവും താങ്ങും തണലായ ഉമ്മ മരിച്ചു. നബിതങ്ങളുടെ സാക്ഷ്യങ്ങൾ ആ ഖബറിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം പൂർണ്ണില്ല, ഉമ്മല്ലാതെ. പിന്നീട് നബിതങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുന്നത് ഞങ്ങൾ നബിയായി ഒക്കെ കഴിഞ്ഞു. നബിതങ്ങൾ ഓർത്ത് ആലോചിച്ച് പറയാനുണ്ട്, എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ നിസ്കാരത്തിൽ കൂടെ പോകും. എൻ്റെ ഉമ്മനെ മുഹമ്മദ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിസ്കാരം കുറിച്ചിട്ട് പോയി. ഉമ്മനോടുള്ള കടമ പറഞ്ഞിരണം. എത്രയോ പ്രയാസങ്ങൾ, രാത്രി വേദനകൾ, പകലിൽ വേദനകൾ, മര്യാദയ്ക്ക് തിന്നാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, വേദനയും പ്രയാസം സഹിച്ച് നമ്മളെ കൊണ്ടുവന്നു പ്രസവിച്ചു വലുതാക്കി അവസ്ഥകളെത്തി. നമുക്ക് ഉമ്മനെ മനസ്സിലാക്കുക. ദീനിന്റെ എല്ലാ അമലുകളും ബ്ലോക്ക് ചെയ്യാൻ അധികാരം ഉണ്ടെങ്കിൽ നമുക്കും വാപ്പക്കുണ്ട്. ജിഹാദിന് പോട്ടെ എന്നൊരു സാധ്യത ഒന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ ശാസ്ത്രം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ? പ്രായമുള്ളവരുണ്ട്, ഉണ്ടെങ്കിൽ നിബിധങ്ങൾ ശാസ്ത്രം ചോദിച്ചു മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉമ്മുണ്ട് പറഞ്ഞു. നിബിധങ്ങൾ ശാസ്ത്രം വജാഹിദി, അവരിൽ ഉണ്ട് ജിഹാദ്. നിന്റെ ജിഹാദ് അവിടെ നല്ലപോലെ കേട്ടോളി. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കണ വലിയ ഉത്തരവാദിത്തപ്പെട്ട പണി. അവിടുന്ന് എഴുതുന്ന ശാസ്ത്രം പറയാൻ ഞാൻ ഉമ്മന്റെ മേൽ ജിഹാദ് ചെയ്തു വന്നാൽ എൻ്റെ ഉമ്മന്റെ അടുക്കലാണ് എൻ്റെ ഉമ്മ. ഉവൈസുൽ ഖർണി എന്ന് പറഞ്ഞ ഖർണിൽ നിന്നുള്ള ഉവൈസ് ഉണ്ടായിരുന്നു. അദ്ദേഹം യമനാണ്. യമന അടുത്ത സ്ഥലമാണ്, അടുത്ത ബോർഡറാണ്, മദീനയിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളൊറ്റ കാണിച്ചിട്ട് ഇവർ ജീവിച്ചിരിക്കണേ നമ്മളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ദുനിയാവ് മുഴുവൻ കൊടുത്താലും എന്ത് ചെയ്യും? നമ്മൾ പോവും കാണാൻ. ഉവൈസുൽ ഖർണി ചോദിച്ചു, ഞാൻ വരട്ടെ? ഉമ്മനോട് ചോദിച്ചു, ഉമ്മ പോകാൻ പറ്റില്ല, ഞാൻ ഒറ്റക്കാവും, എനിക്കാരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ പോകാൻ പറ്റില്ല. അപ്പൊ ഈ വിവരം അങ്ങോട്ട് അറിയിച്ചു നിബിധങ്ങൾ സല്ലല്ലാഹു. അപ്പൊ നിബിധങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു അവിടെ നിന്നു. എവിടെ ഉമ്മാന്റെ അടുക്കൽ നിൽക്കാൻ പറഞ്ഞു. അത് പോയി കണ്ടാൽ എന്താ സംഭവിക്കാറ്? നിങ്ങൾക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവനോട് കൂടി, തങ്ങളെ വിശ്വാസത്തോടു കൂടി ഒരാൾ കണ്ടാൽ അയാൾ സഹാബിയായി. സഹാബി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഔലിയാക്കളും അട്ടിക്ക് വെച്ചാലും ഒരു പ്രഗത്ഭനായ താബിയാണ്. ഓർമ്മ ശരിയാണ്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആരാൾ ചോദിച്ചു, സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയാണോ ശ്രേഷ്ഠൻ, അല്ല മുആവിയയാണോ ശ്രേഷ്ഠൻ? മുആവിയ റളിയല്ലാഹു. പിന്നീട് അലി റളിയല്ലാഹു ഖിലാഫത്തിനൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളും അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പൊ പറഞ്ഞ അദ്ദേഹം പറയാനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മുആവിയയുടെ കഴുതി നബി തങ്ങളെ കൂടെ യാത്രയുണ്ട്. ആ കഴുതന്റെ മൂക്കിൽ പറ്റിയ പൊടി സഈദ് ബിൻ മുസയ്യിബിന്റെ അടുത്ത് എത്തില്ല. അങ്ങനെയാണ് പറഞ്ഞെടുത്തത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്ക് പറ്റിയ പൊടിയല്ല, പിന്നെ നബി തങ്ങളെ സഹാബി എന്ന് പറഞ്ഞാൽ അതാണ്. അത് ആവാനൊന്നും യമനൊന്നും മദീനയിലൊന്നും പോയി ഇങ്ങോട്ട് വന്നാൽ മതി. അതിനാണ് നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാൽ ഉമ്മക്ക് കിട്ടുന്നില്ല. സർവ്വ വലിയ പദവിയാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ പദവി നഷ്ടപ്പെട്ടിട്ടില്ല.
നഷ്ടപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു ആരാ നിങ്ങൾക്കറിയാം? ഒരു വഴിയിൽ ഒരു പിശാചി കേറൂല. ആരെ വഴിയിൽ? മൃതരുടെ ഇടയ്ക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ പിശാചൊക്കെ പാഞ്ഞ് തടിയെടുക്കുന്നത് നുബൂവത്തിന്റെ നാവുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ആരേക്കാ മനുഷ്യൻ? നിങ്ങൾ ഒറ്റ കാലേറ്റിട്ട് കള്ളം വരൂല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാം. പിശാചി വരൂല എന്നാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു പറയേണ്ടത്, ഉമർ കർണ്ണെന്ന് ഒരു ഉവൈസ് എന്ന് പറഞ്ഞ ഒരാൾ വരും. നുബൂവത്തിന്റെ നാവുകൊണ്ട് പറയാൻ കർണ്ണെന്ന് ഒരു ഉവൈസ് എന്ന് പറഞ്ഞ ഒരാൾ വരും. അയാൾ വന്നാൽ നീ നിനക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചോണ്ടി. ആർക്ക് വേണ്ടിയിട്ട്? അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരു കുന്നിന്റെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരെല്ലാവരും ഉണ്ടാവുമ്പോൾ ആ മല ഇങ്ങനെ ചെറുതായിട്ട് അടയ്ക്കുമ്പോൾ നിബിധങ്ങൾ സാധനം പറഞ്ഞ അടങ്ങ്, ഇതിലൊരു നബിയും 2 ഷഹീദും ഒരു സിദ്ദീഖുണ്ട്. എപ്പോ? ജീവിച്ചിരിക്കുമ്പോ ഒരു നബി, ഒരു സിദ്ദീഖ്, 2 ഷഹീദ്. ആ ഷഹീദാണ് ഉമർ റളിയല്ലാഹു അൻഹു. ശ്രേഷ്ഠനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉവൈസ് വന്നാൽ ഉവൈസിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം. പിന്നീട് നബികൾ തങ്ങൾ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പരിപാടി എന്തെങ്കിലും എന്നാൽ ഈ ഇങ്ങനെ മക്കയിലേക്ക് പോണ ആൾക്കാർ മദീന വഴി വരും. അപ്പൊ അവിടെ ഉണ്ടാവും, മസ്ജിദ് നബവിയിലൊക്കെ വരും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു യമൻ, നിങ്ങൾ വൃത്തിയാരെന്നെ ചോദിക്കും, ഏത് നാട്ടുകാരൻ ചോദിക്കും, റൂട്ടിൽ എവിടുന്ന വരുന്നതെന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ യമൻ എന്നാണെന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, കർണ്ണെന്ന് ആരെങ്കിലും ഇതിലുണ്ടോ? അവർ കർണ്ണെന്ന് ആരുമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു സംഘത്തിന് അലി റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. 2 ആൾ കൂടെ ഉണ്ടായപ്പോൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ കർണ്ണെന്ന് ആരെങ്കിലും ഉണ്ടാവും? അപ്പോ അവർ പറഞ്ഞു, ആ കർണ്ണെന്ന് ഉണ്ട്, നമ്മളെ കൂടെ ആളുണ്ട്. ഉവൈസ് എന്ന ആളുണ്ടോ? ആ, ഒരു ഉവൈസ് ഉണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ എവിടെ ചോദിച്ചു? ആ, മൂപ്പര് നമ്മളെ ഒട്ടകത്തിനെ തീറ്റാൻ പോയതാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണായി, നമ്മളെ വണ്ടി കഴുകാൻ പോയതാണെന്ന് പറഞ്ഞ പോലെ ഈ വരുന്ന ഒട്ടകങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മേക്കാനുണ്ടാവും. അവിടെ മേക്കാൻ വേണ്ടി ഒരാൾ നിൽക്കും. അതാ സംഘത്തിന് വലിയ കാര്യപ്പെട്ട വലിയ സംഭവമുള്ള ആളൊന്നും അതിന് കൂടാൻ പറ്റില്ല. കാരണം ഇവിടെ വേറെ പല സംഘത്തിൽ ഉണ്ടാവില്ലേ? അപ്പൊ അദ്ദേഹം അവിടെ ഒട്ടകത്തിനൊക്കെ മേക്കുന്ന അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പാർക്കിങ്ങിലാണ് ഉള്ളത്. ആര് സമ്മേളനം നടക്കുമ്പോൾ പാർക്കിങ്ങിൽ ഇത് പറഞ്ഞാല് അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി. കാരണം കുറെ കാലമായിട്ട് അന്വേഷിക്കുന്ന ആളെ കിട്ടിയതാണ്. അവിടെ പോയി അവിടെ നിന്ന് സംസാരിച്ചു. നിങ്ങളെ പേരെന്താ ചോദിച്ചു? എൻ്റെ ഒരു വയസ്സാണ് പറഞ്ഞു. എവിടുന്ന് കർണ്ണെന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സാധാ സീത മറുപടിയാ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ കർണ്ണിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുമ്പോൾ ചാടിക്കറിഞ്ഞ അബദ്ധം പൊട്ടത്തിലൊന്നും പറയേണ്ടെന്ന് നേരത്തിൽ ചാടിക്ക് പറഞ്ഞു, ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബാണ്. അതിലാകെ കർണ്ണം ഒരാൾ വരാറ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തൊക്കെ അവസ്ഥകൾ ആലോചിച്ചു. അദ്ദേഹം ചോദിച്ചു, അന്ന് അമീറുൽ മുഅ്മിനീനാണ്, ഞാൻ അങ്ങക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്, അങ്ങ് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇത് അലിയാണെന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു. ഈ 2 ആൾക്കാർ ആരാണ്? നിങ്ങൾ ഒറ്റ ആലോചിച്ചു. ജീവിതത്തിൽ സ്വപ്നം കണ്ടെടുക്കായിരിക്കും ഉവൈസുൽ ഖർണി. ആരെ കാണാൻ? ഉമർ ബിൻ ഖത്താബിനെ, അലി ബിൻ അബീ താലിബിനൊക്കെ. ഈ 2 ആൾക്കാർ ഒട്ടകത്തെ മേയ്ക്കണ അവിടേക്ക് വന്നേക്കാണ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതാണ് സ്ഥാനം? നിങ്ങൾ ആലോചിച്ചു. ആ സ്ഥാനം കൊടുത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒറ്റ കാരണത്തിന്റെ പേരിൽ. എന്താണ് പറയുക? ഉമ്മനെ മക്കൾ. നീ നമ്മളൊക്കെ ആലോചിച്ചു നോക്കി. നമ്മളെ ഉമ്മാരി നമ്മളെ വാപ്പാരി നമ്മൾ എന്താ ചെയ്യുന്നത്? കാലഘട്ടങ്ങൾ വന്നു, സംവിധാനങ്ങൾ വന്നു, ഉമ്മനും വാപ്പനൊക്കെ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു. ശദീദു ബയാദു സിയാബ്. ആ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. കുറച്ച് സുദീർഘമായ ഹദീസാണ്. ഒരാൾ വന്നു, അയാള് ശദീദു ബയാദു സിയാബ്, അയാളെ വസ്ത്രം ഭയങ്കര വെള്ള, പൂവെള്ള എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ വസ്ത്രം ധരിച്ചിട്ടാണ് ഒരാൾ വന്നത്. ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രന്റെ അടയാളങ്ങളൊന്നുമില്ല. മരുഭൂമിയിലൂടെ യാത്രയാണ്. പഴയ കാലത്ത് നമ്മളെ കട്ട റോഡ് കൂടെ ജീപ്പൊക്കെ പോയാൽ എന്താ ഉണ്ടാകുക? പൊടിങ്ങനെ പാടുണ്ടാവും. അതിൽ വെള്ളം പായിട്ട് വന്നൊക്കെ ഫുള്ള് കളറാവും. അതാണ് മേലെ ഒരു എന്തില്ല, ഒരു ചളിയില്ല. അതാണ് പറഞ്ഞ പൂവെള്ള. യാത്രന്റെ അടയാളം കാണാനില്ല. കാരണം അതിലൂടെ യാത്ര ചെയ്താൽ എന്തായാലും എന്തുണ്ടാവും? KSRTC ബസ്സിലൊക്കെ വന്നാൽ എന്തായാലും എന്തുണ്ടാവും? ചാര ഇവിടെ കുറച്ച് കറുപ്പുണ്ടാവും, ഇവിടെ ഉണ്ടാവും. സംഗതി തുണി പാറ്റുമല്ലേ ചളി ഉണ്ടാവുള്ളൂ. പക്ഷെ ആഫിയത്തിന് എപ്പോഴും എന്തിക്കും? നല്ല ബോഡി ഫിറ്റുള്ള വണ്ടിയാണ് ഇത്. നിങ്ങൾ പറയാത്ത
KSRTC മലപ്പുറംകാരോട് ഞാൻ ആ ഗ്യാപ്പിൽ പറയാൻ, കാരണം നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത, കാരണം നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ടേ നല്ല അടിച്ചു യാത്രക്ക് ഭയങ്കര ക്ഷീണമില്ലാതെ ആ ഒരു അത്യാവശ്യം കാലൊക്കെ വെക്കാനും നല്ല കുറ്റിയുറപ്പുള്ളൊരു വണ്ടിയാണ് ഇത്. പക്ഷെ മേലത്തെ ചെലവ് ഇത് യാത്ര യാത്രന്റെ അടയാളമൊന്നും കാണില്ല. എന്നാൽ ഞങ്ങളിൽ ആരും ഇയാൾ അറിയില്ല. യാത്രന്റെ അടയാളം കാണിക്കാൻ വരുന്നത് എന്നാണെന്നാണ് അർത്ഥം. എന്നാൽ ഞങ്ങൾ ആർക്കും ഇദ്ദേഹത്തിന് അറിയില്ല. ആരാ പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഒരാൾക്കും ഇയാൾ അറിയില്ല. എന്നാൽ ദൂരത്തുനിന്ന് വന്ന ആളാണെങ്കിൽ എന്തും വേണം. അപ്പൊ തന്നെ ഒരു വിചിത്രത ഉണ്ട്. അതുകൊണ്ട് ഇവരെ ഫുള്ള് എന്ത് ചെയ്യുന്നുണ്ട്? വാച്ച് ചെയ്ത് ശ്രദ്ധിക്കുന്നുണ്ട്. നബിയുടെ മുട്ടിനോട് മുട്ടി ചേർത്ത് വെച്ചു. അതിനൊന്നും ധൈര്യം അവിടെ വേറെ ആർക്കും ഉണ്ടായില്ല. ഇദ്ദേഹം മുട്ടിനോട് ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈമാനെ പറ്റി പറഞ്ഞു. അപ്പൊ നബിയുടെ സാധന തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, പിന്നെ വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിൻ അല്ലാഹി തആല. അത് പറഞ്ഞു. ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു. അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു. ഈമാൻ കഴിഞ്ഞു, ഇസ്ലാം കഴിഞ്ഞു, പിന്നെ ഇഹ്സാനിനെ കുറിച്ച്. അപ്പൊ നബിയുടെ സാധനങ്ങൾ പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. നീ അല്ലാഹുവിനെ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ കാണുന്നെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലെങ്കിലും എന്ത് ചെയ്യണം? ഇബാദത്ത്. അതാണ് ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹം ചോദിച്ചു, ഖിയാമത്ത് നാൾ എപ്പോഴാണ് ഉണ്ടായത്? ചോദിക്കപ്പെട്ടയാൾ ചോദിച്ച ആളെക്കാൾ അറിവില്ല ആളല്ല ആ കാര്യത്തിൽ. അങ്ങനെയാണ് അതിന്റെ മറുപടി. ചോദിക്കപ്പെട്ട ആൾ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചോദിച്ച ആളെക്കാളും ആ കാര്യത്തിൽ. ഇതൊക്കെ സഹാബാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാണ്. വിചിത്രമായിട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് പിന്നെ നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, അതിന്റെ അടയാളങ്ങൾ എന്താണ്? അപ്പൊ പറഞ്ഞു, അടിമസ്ത്രീ അവളെ യജമാനത്തിയെ പ്രസവിക്കലാണ്. ഇടയനും ചെരുപ്പ് ധരിക്കാത്തവനൊക്കെ വലിയ വലിയ മണിമാളികകളിൽ താമസിക്കുക. അതൊക്കെ കണ്ടാൽ എന്ത് വിചാരിച്ചാൽ മതി? ഖിയാമത്ത് നാൾ ആയിട്ടുണ്ട് എന്ന് അതിന്റെ അടയാളത്തിൽ എത്തിച്ചില്ല. ചായക്കണോനൊക്കെ രാജ്യം ഭരിച്ചാൽ ഏകദേശം ഖിയാമത്ത് നാൾ ആയിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പറഞ്ഞ വാക്ക് ഞാൻ അത് വരാനാണ് ഞാൻ വന്നത്. അടിമ സ്ത്രീ അവളെ യജമാനത്തിയെ പ്രസവിക്കുക. എന്താണ് പ്രയോഗം? എന്താണ്? അടിമ സ്ത്രീയാണ്, പക്ഷെ പ്രസവിക്കുന്നത് അവളെ യജമാനത്തിനാണ്. മുഹദ്ദിസീങ്ങൾ എഴുതിയത് പെൺമക്കൾ ഉമ്മനെ ഭരിക്കണ കാലം. ഈ കാലഘട്ടത്തിലെ സഹോദരിമാർ കുട്ടികളോട് കാര്യമായിട്ട് പറയാനുള്ളൊരു വാക്കാണത്. ഉമ്മക്കൊരു എന്റെ വിലയില്ല. ഉമ്മനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പെൺകുട്ടികൾ. അത് തുടങ്ങിയ ഖിയാമത്താണ്. അപ്പൊ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കൽ, അവരെ പ്രയാസപ്പെടുത്തൽ, ഭൂമിയിൽ നിർബന്ധമായും ശിക്ഷിക്കപ്പെടുന്ന, ഭൂമി ശിക്ഷിക്കാനുള്ള സ്ഥലമല്ല, ശിക്ഷയും പ്രതിഫലവും കൊടുക്കുന്ന സ്ഥലം എവിടെയാണ്? ആഖിറത്ത്. പക്ഷെ ഭൂമിയിൽ ശിക്ഷിക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട്. അതിലൊരു പാപമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. മാതാപിതാക്കളെ ഉപദ്രവിച്ചാൽ ഭൂമിയിൽ ശിക്ഷിക്കാതെ അള്ളാഹു വിടൂല. എന്നാ ആഖിറത്ത് ഉണ്ടാവില്ലേ? ആഖിറത്തിലുണ്ടാവും. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ നമ്മൾ ശ്രദ്ധിക്കണം. അവര് നമ്മളെ പരിപാലിച്ചു, പോറ്റി, വളർത്തി. ഒരു കിതാബിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. ഉള്ളതാണോ ഇല്ലാത്താണോ എനിക്കറിയില്ല. എന്തായാലും പറയാം. ഒരു പ്രായമുള്ള വാപ്പ, വളരെ പ്രായം, അദ്ദേഹത്തിന് മകൻ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിൽ ഇരുത്തി. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കിടക്കുന്നിടത്ത് നിങ്ങൾക്കൊന്ന് കാറ്റ് കൊള്ളണം, നിങ്ങൾക്ക് വെളിച്ചം കാണണം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ പിടിച്ച് കൊണ്ടുവന്നിട്ട് കസേരയിൽ ഇരുത്തി മുറ്റത്ത്. അപ്പൊ മുറ്റത്തൊരു മാവുണ്ട് ഇവരെ. ആ മാവിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാക്ക ശബ്ദിക്കുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇയാൾ ചോദിച്ചു, മോനെ അതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ആ മോൻ പറഞ്ഞു, അപ്പൊ അത് കാക്കയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, മോനാ എന്താണ്? മോൻ പറഞ്ഞു, കാക്കയാണ്. കുറച്ചുകൂടി എങ്ങനെ കഴിഞ്ഞാൽ ചോദിച്ചു, മോനാ എന്താണ് ശബ്ദിക്കുന്നത്? അത് കാക്കയാണ്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എന്തായി? കൈമന്ന് പോയി.
നിങ്ങളോടല്ലേ ഈ പറഞ്ഞ എത്ര നേരമായി പറഞ്ഞു ഒറ്റ ചൂടായപ്പോൾ അതേ പറഞ്ഞു ഞാൻ പോവാണ്, എന്നെ അവിടെ ആക്കി തന്നാൽ റൂമിലേക്ക്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പോയി, റൂം പോയി. അതുകൊണ്ട് പറഞ്ഞു ആ ഒരു ബുക്ക് എടുത്ത് തന്നാണ്. അവിടെ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് എടുത്ത് അത് മറിച്ചു. എൻ്റെ ഏതോ ഒരു പേജ് മറിച്ചിട്ട് ഇതൊന്ന് വായിച്ചാൽ മോനെ. അപ്പം അതിൽ എഴുതിയിട്ടുണ്ട്, ഞാനും എൻ്റെ മോനും സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ ആ മാവിലൊരു കാക്ക വന്നിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, ഇപ്പം അതെന്താണ്? ഞാൻ അവനോട് പറഞ്ഞു കാക്കേണ് മോനെ. രണ്ടാമത് ചോദിച്ചു, അപ്പോഴും ഞാൻ അവനോട് മോനെ കാക്കേണെന്ന് പറഞ്ഞു. മൂന്നാമത് ചോദിച്ചു, അപ്പോഴും ഞാൻ അവനോട് സ്നേഹത്തോടെ കാക്കേണ് മോനെ എന്ന് പറഞ്ഞു. നാലാമത് ചോദിച്ചു, അപ്പോഴും ഞാൻ അവനോട് മോനെ അത് കാക്കേണെന്ന് പറഞ്ഞു. നീ നമ്മളും ആലോചിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലത്തൻ തറുക്കുമ, കടുപ്പം കൂട്ടരുത് വാക്കിൽ. നമ്മൾ ദീന് എന്ന് പറഞ്ഞ തഹജ്ജുദ് മാത്രം വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളെ മാതാപിതാക്കൾ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അതുകൊണ്ട് മാന്യമായ ഇടപെടലായിട്ട് മാതാപിതാക്കളോടുണ്ട്. അവരാണ് നമ്മളെ കൂട്ടി വളർത്തിയത്. നമുക്ക് ഭാര്യയായി കുട്ടികളായി ഓലെ പല കഥകളായി. അപ്പൊ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ നമുക്ക് നേരമില്ല എന്ന ഒരു തെറ്റായ സമ്പ്രദായമുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ. ചെറിയ മോനാണ് ആരെ നോക്കേണ്ടത്, ആരാ നോക്കേണ്ടത്? വാപ്പാനെയും ഉമ്മനെയും നോക്കേണ്ടത്. അത് അങ്ങനെ ഒരു അലിഖിത നിയമമായിട്ടുണ്ട്. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ മൂത്ത മക്കളൊക്കെ ഓലൊക്കെ ഒന്ന് ഏത് ബാധ്യതയിലോ നോക്കുക. ഞാനെങ്ങാനാണ് അതിന് ബൈലോ ചെയ്തില്ലെങ്കിൽ മൂത്ത മോനാണ് ഏറ്റവും വലിയ വാപ്പനിൽ നിന്ന് നോക്കാൻ കടമപ്പെട്ടവൻ 10 പ്രാവശ്യം ചെയ്തു ഞാൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ വാപ്പന്റെ മുഴുവൻ സുഖങ്ങളും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആളാരായിരിക്കും? ആരായിരിക്കും? വലിയ മോനായിരിക്കും. കാരണം വാപ്പന്റെ ബൈക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വലുതായി 18 വയസ്സാകുമ്പോഴത്തേനും ആര് കൈമലാവും? അത് മോന്റെ കൈമലാവും. അങ്ങനെ എല്ലാ സുഖങ്ങളിലും ആരുണ്ടാവും? പിന്നെ വാപ്പക്ക് 45, 50, 60 വയസ്സാകുമ്പോൾ ഉള്ള ചെറിയ ചെക്കനൊക്കെ വരുമ്പോൾ വാപ്പനോട് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആരെ തലയിലുണ്ടാകുക? അതുകൊണ്ട് എല്ലാ മക്കളെയും ബാധ്യതയാണ് വാപ്പനെ നോക്കുക. എല്ലാ മക്കളും വാപ്പനെയും ഇമ്മനെയും നോക്കാൻ അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അവർ കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ പരിപാടി. ഭാര്യനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് സ്വർഗമില്ല എന്നുണ്ടോ? അത് ബോധപൂർവം പറയാവുന്നതാണ്. ഭാര്യനോട് പറഞ്ഞു ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഈ എന്താവൂല പറയുവായി, നീ സ്വർഗത്തിൽ കിടക്കൂല. അത് നേരെ തിരിച്ചു പറയുമ്പോൾ ഒക്കെ കുടുങ്ങിയനെ. ഏത്? ഭാര്യന്റെ തൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ കുറുകാരപ്പലാണ് ഇങ്ങോട്ട് അടുപ്പിക്കൂല. എവിടേക്ക് പോയി? ഇവിടെ അമ്മനി വാപ്പന്റെ അടുത്തേക്ക് അടുപ്പിക്കൂല. ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കണം. പെൺകുട്ടികളൊക്കെ പുജാപ്പിള്ളാർ എന്തായി കിട്ടണം? ഒറ്റ കിട്ടണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നാശാണ്. കോളേജിൽ അവിടുന്ന് ഒന്ന് കണ്ടെത്തുക, എന്നിട്ട് ഒരു ജീവിക്കുക, എന്നിട്ട് മാതാപിതാക്കൾ അതിന്റെ വിലങ്ങുതടിയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഒരു പറക്കുക. ജീവിതം നശിച്ചു നിങ്ങൾ അന്ന് മനസ്സിലാക്കണം. നിക്കാഹിലൂടെ അല്ലാത്ത മുഴുവൻ ആൺപെൺ ബന്ധം അത് ഹറാമാണ്. അല്ലാഹുവിന്റെ ബർക്കത്തുനിന്ന് അത് മഹ്റൂമാണ്. പക്കയിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. കാലങ്ങനല്ല കോലങ്ങനല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിക്കാഹിലല്ലാത്ത, എന്നുവെച്ചാൽ നിക്കാഹ് കഴിഞ്ഞാല് ഒരു അന്യ സ്ത്രീയോട് നമുക്ക് സംസാരമോ ബന്ധങ്ങളോ വെക്കാൻ അനുവാദമുള്ളൂ. അതല്ലാത്ത ബന്ധങ്ങൾ മുഴുവൻ ഹറാമാണ്. മുഴുവൻ ബന്ധങ്ങളും ഹറാമാണ്. അതിലൂടെ നാശമല്ലാണ്ട് വേറൊന്നുണ്ടാവില്ല. ചെറുപ്പക്കാരോട് കാര്യമായിട്ട് പറയുന്നത്, മാതാപിതാക്കൾ അറേഞ്ച് ചെയ്തു തരുന്ന വിവാഹത്തിന് നന്നോളി, അല്ലെങ്കിൽ നിങ്ങളുടെ നാശം നിങ്ങൾ വൈകിട്ട് വന്നു. ഒന്ന്, മാതാപിതാക്കളുടെ ദുആ ഉണ്ടാവില്ല, അവരുടെ സംതൃപ്തി ഉണ്ടാവില്ല. മാതാപിതാക്കളുടെ സംതൃപ്തി ഇല്ലാത്തത് അത് ഖൈറിന് തടയപ്പെട്ടതാണ്. മാതാപിതാക്കളോട് എനിക്ക് കുറച്ച് കാര്യം പറയാനാണ്. മക്കളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ നിർബന്ധിത അവസ്ഥ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഏതെങ്കിലും പണോ പൈസയോ പ്രതാപം ഉണ്ടെങ്കിൽ ആരുടെ കട്ടണം മുന്നോട്ട് അവരോട് അനുവാദം ചോദിക്കണം. അവർക്ക് താല്പര്യം, അവരുടെ താല്പര്യം കൂടി, അവരുടെ താല്പര്യം മറ്റേ താല്പര്യമല്ല. അത് ഖൈറില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതല്ലാത്തതല്ല. ചിലപ്പോ ഉണ്ടാവും അയാളെ മോളെന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാളെ അതെന്നെ ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു മോളുണ്ട്, ഫാത്തിമ എന്നാണ് അവരുടെ പേര്. ഭയങ്കര ഇഷ്ടമുള്ള മോളാണ്. എന്താണ് ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം എന്ന് പഠിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാകണമെന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാന്റെ സ്ഥാനത്ത് മുൻനിർത്തിയാൽ ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഒരാൾക്ക് ഒരു ഉമ്മ എപ്പോഴും ആണല്ലോ, ഒരു ഉമ്മാന്റെ പരിഗണന, മോളെ പരിഗണന ഒക്കെ കൊടുക്കുന്ന ആളാണ് ആര്? മക്കളോട് നല്ല കേൾക്കണം. ഇതിപ്പോ ഈ മാതാപിതാക്കളോട് നല്ല കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത വെള്ളിയാഴ്ചയില്ലാത്തതുകൊണ്ട് അത് പറയാൻ കഴിയില്ല. ശരിക്കും മാതാപിതാക്കൾക്ക് ഒരുപാട് കടമുണ്ട്. മക്കളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം. നല്ല വിളിക്കാനേ പാടുള്ളൂ. ലുഖ്മാൻ അലൈഹിസ്സലാം മക്കളെ വിളിക്കരുത്, ഖുർആൻ പറയുന്നുണ്ട്.
യാ ബുനയ്യ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്രായേൽ നബിനെ വിളിക്കണ്ടേ, അറക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. അറക്കണ കാര്യം പറയുമ്പോൾ വിളിക്കുന്നത് യാ ബുനയ്യ എന്നാണ്. ഭയങ്കര സ്നേഹത്തിൽ മോനെ, പൊന്നു മോനെ, അങ്ങനെ വിളിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പോൾ അവളെ വേറെ വീട്ടിൽ അലി തന്നെ വരുമ്പോൾ നബി സല്ലല്ലാഹു കിടക്കി. അങ്ങനെ വരുന്ന ഫാത്തിമനെ കണ്ടാൽ നബി സല്ലല്ലാഹു ഇതിലേക്ക്, എന്നിട്ട് നബി സല്ലല്ലാഹു അങ്ങോട്ട് പോകും. എന്നിട്ട് ഫാത്തിമക്ക് കൈ കൊടുക്കും. എന്നിട്ട് കയ്യിൽ നബി സല്ലല്ലാഹു മുത്തം കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു ഇങ്ങനെ കൂട്ടി വരും. എന്നിട്ട് തങ്ങൾ ഇരിക്കണതിന് മുമ്പ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരിക്കും. ഇതാരായി ആളാരാന്ന് നിങ്ങൾക്കറിയോ? ഇത് സയ്യിദുൽ ബശറാണ്, മനുഷ്യരുടെ നേതാവാണ്. ഇതിനേക്കാൾ വലിയൊരാൾ ലോകത്ത് വേറില്ല. ആ പുന്നാര നബി നമുക്ക് മാതൃക പഠിപ്പിച്ചു തരാം. നബി തങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് പോകും, ഫാത്തിമയുടെ കൈ പിടിക്കും. എന്നിട്ട് കയ്യിൽ മുത്തി കൊടുക്കും, ചേർത്ത് പിടിക്കും. എന്നിട്ട് ഫാത്തിമനെ കൊണ്ടുവന്ന് ഇരുത്തും. മക്കളോടുള്ള ബന്ധാണത്. ഈ ഇരിക്കണല്ലോ പെൺമക്കളുള്ളവരും ആ മക്കളുള്ളവരും ആലോചിച്ചു, മക്കൾക്ക് ഒരു മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കല്യാണം അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് അന്വേഷിച്ചു. നബിതങ്ങൾ ശാസനങ്ങൾ നടക്കൂല എന്നുള്ള അർത്ഥത്തിലെ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കെട്ടിച്ചിരുന്നത് നടക്കൂല എന്നുള്ള അർത്ഥത്തിലെ. അങ്ങനെ നിൽക്കുമ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിക്ക് പോയി അന്വേഷിച്ചു, ഞങ്ങൾക്ക് കെട്ടിച്ചേരാൻ സാധ്യതയല്ലേ. അലി റളിയല്ലാഹു അൻഹു എനിക്ക് പേരല്ല, എന്റെ ഒരില്ല, ഞാനൊരു പാവമാണ്, എനിക്ക് എന്തായാലും ഉണ്ടാവൂല, എന്തായാലും കെട്ടിച്ചേരില്ല. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ നിനക്ക് പ്രശ്നം കണ്ട ചോദിച്ചു നോക്ക്. നമ്മളെ ഭാഷ ഏത് ചോദിച്ചാൽ ഒരു ആന, കിട്ടിയാൽ ഒരു ആന അല്ലേ പോയി എന്നല്ല, അങ്ങനല്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ഈ ചോദിച്ചു നോക്കാല്ലേ, ചോദിച്ചു നോക്ക് എന്നല്ലേ. അങ്ങനെ അറിയാതെ അല്ലാതെ ധൈര്യമൊക്കെ സംഘടിപ്പിച്ചിട്ട് പോവാണ്. നിബിധങ്ങൾ വാപ്പന്റെ സ്ഥാനത്തുള്ള ആളാണ്, കാക്കയാണ്. എന്നിട്ട് മോളെ കല്യാണാലോചന എന്റെ അവസ്ഥ സഹാബാക്കളെങ്കിലും ബന്ധം അങ്ങനെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയുണ്ടാകുക നിങ്ങൾ പറയും, പിന്നെ മുണ്ടൂലല്ലോ. മോളെ അങ്ങോട്ട് കെട്ടിച്ചോട്ടില്ല, എവിടേക്ക് കെട്ടിച്ചിന് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? നിബിധങ്ങൾ അമ്മോശാക്കാണ് നമ്മളെ ഇവിടുത്തെ വാസിയിൽ. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? അലി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. നിബിധങ്ങൾ തങ്ങളോട് ചോദിച്ചു, എനിക്ക് കെട്ടിച്ചു ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുമ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അലിക്കുള്ളതാണ്, ഫാത്തിമ അലിക്കുള്ളതാണ്. നിങ്ങളാണ് വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ആലോചിക്കണ്ടോ? പറയും, ഇനി എന്തെങ്കിലും ആലോചിക്കണ്ടോ? അലി അള്ളാഹു നിങ്ങൾക്ക് കെട്ടിച്ചു ചോദിച്ചു. നിബിധങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. ആ ഇല്ല ഒന്നും, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒടുക്കും വെക്കാം. നിബിധങ്ങൾ നേരെ ഉള്ളിൽ പോയി. അലി റളിയല്ലാഹു അൻഹു പുറത്തു കൊണ്ടുപോയി. നിബിധങ്ങൾ പോയത് മോള് ഫാത്തിമയുടെ അടുത്തേക്ക്. ഇവിടെ ഇപ്പൊ ആരെ തീരുമാനിച്ച്? അല്ലാഹു തീരുമാനിച്ചിട്ട് വിട്ടതാണ്. ആരെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പുതിയാപ്പിളിന്റെ പേര് ഡിക്ലെയർ ചെയ്തിട്ട്. എന്നിട്ട് നിബിധങ്ങൾ ഫാത്തിമയുടെ അടുത്ത് പോവുകയാണ്. റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി, ഫാത്തിമ, അലി നിന്നോട് കല്യാണാലോചന നടത്തേണ്ടത്, എന്താ കല്യാണം നടത്തട്ടെ? ഇതാണ് ഈ വാക്കിന്റെയും പഠിക്കേണ്ടത്. ചോദിക്കേണ്ട ആവശ്യമില്ല, ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോടുള്ള കടമ, മക്കളെ കൊണ്ടെടുക്കേണ്ട കടമ. ഇത് ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പൊ മക്കൾ കുറച്ചുകൂടി പറയുന്നത് പറയും, അയാളെ അങ്ങനെ വിടാൻ പറ്റില്ല, അങ്ങനെ അയാളെ വിടാൻ പറ്റില്ല, അതൊക്കെ അയാൾ ചെയ്യേണ്ട കാര്യമാണ്. അയാളോട് ചോദിച്ചോളൂ. ആര്? അല്ലാഹു. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി ഉറപ്പാണ്. അവരെന്ത് ചെയ്തു എന്നുള്ളത് നമ്മളോട് എന്തില്ല. കടമകളുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അതൊക്കെ മാതാപിതാക്കൾ മനസ്സിലാക്കി ചെയ്യാം. മക്കളോട് മാന്യമായ ഇടപെടലുണ്ടാവണം, നല്ല പെരുമാറ്റം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പൊ മക്കളോട് മോളോട് കല്യാണം ചോദിക്കാനും അനുവാദം വാങ്ങാനും. അപ്പൊ അബ്ദുറഹ്മാൻ അവിടെ പുറത്ത് ഫുൾ ടീം കാത്തിക്കാണ്. ഇലക്ഷന്റെ മറ്റേ റിസൾട്ട് അറിയാൻ വേണ്ടി സഹാബാക്കൾ മൊത്തം നിൽക്കുകയാണ്. കാരണം ഫാത്തിമന്റെ പുതിയാക്കൾ ആരാന്ന് എല്ലാവർക്കും അറിയണം. അവരോട് ചോദിച്ചു. അപ്പൊ അലിയുടെ വരവ് ഇങ്ങനെ ഒരു ജയിച്ച വരവ് എങ്ങനെ വരികയാണ്. അവരൊക്കെ ചോദിച്ചു. അവരൊക്കെ നടക്കില്ലാണ്. പക്ഷെ പറഞ്ഞയച്ചാൽ ആരാണ്? അബ്ദുറഹ്മാൻ ബ്രഹ്മാണത് ഉണ്ടാക്കുന്ന ആള് പറഞ്ഞയച്ചു. മുപ്പരിട്ട് വന്നിരുന്നില്ല. ഇവിടെ അവിടുന്ന് ചാവെടുത്ത് വിട്ടാണ്. നേരെ അലിയുടെ തന്നെ അവിടേക്ക് പോയി. അപ്പൊ എന്ത് പറ്റി അലിയുന്നു? എന്താ മറുപടി ഉണ്ട്? അത് നടക്കില്ല. എന്താ പറഞ്ഞു വെച്ചു? ഇൻഷാ അല്ലാഹ്. എന്നാ ഉറപ്പ് സംഭവിക്കുവാണ്. അതെനിക്ക് തന്നെയാണ്. കാരണം നബി വെറുതെ ഇൻഷാ അല്ലാഹ് പറയില്ല. മൂപ്പരത് മനസ്സിലാക്കി.
അപ്പൊ അള്ളാന്റെ ഫാത്തിമ കൊടുത്തു, വേഗം വിളിച്ചു, എല്ലാവരും പള്ളിയിലേക്ക് വിളിച്ചു. അപ്പം എല്ലാവരും പള്ളിയിലേക്ക് വിളിച്ചു. എന്നിട്ട് ദാസങ്ങള് കൊതുപോതി. എന്നിട്ട് പറഞ്ഞു, 400 ദിർഹമിന് ഫാത്തിമനെ ഞാൻ അലിക്ക് കല്യാണം കഴിഞ്ഞ് സ്വീകരിച്ചു കല്യാണം കഴിഞ്ഞു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാവരും കൊടുത്തു. പരിപാടി നിശ്ചയം, മുട്ടായി എടുക്കൽ, പിന്നെ മൈലാഞ്ചി, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, ഒരു പരിപാടിയില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തുടങ്ങിയ അവരെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറ്റും. അതുകൊണ്ട് മക്കളോടുള്ള കടമകളുണ്ട്. അത് പറയാനാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക്. അത് മാതാപിതാക്കൾ പഠിക്കണം, നമ്മളൊക്കെ പഠിക്കണം. നമ്മളെ മക്കളോടുള്ള കടമകൾ. ഒരു തമ്മീസായ കുട്ടി എന്ന് വെച്ചാൽ ഒരു 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് ഒരു വകതിരിവായ ഒരു കുട്ടീനെ അങ്ങാടിയിലിട്ട് ചീത്ത പറയാൻ വാപ്പക്ക് അനുവാദമില്ല, അടിക്കാനും അനുവാദം. അവൻ അഭിമാനക്ഷത ഉണ്ടാക്കരുത് എന്നർത്ഥം. അതിൻ്റെ അത് അടിക്കരുത് എന്നല്ല, അഭിമാനക്ഷത ഉണ്ടാക്കരുത്. കാരണം അവന്റെ അഭിമാനക്ഷത വെച്ചാൽ വാപ്പനോട് എന്താവുന്ന ഞാൻ നടിച്ചു. നമ്മളെ വാപ്പാനോട് എന്താ വിചാരിച്ചാൽ അങ്ങാടിക്കടി ഞാൻ തല്ലുന്ന പറയും. മക്കളോട് നീതി പാലിക്കണം. മക്കളെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണം എന്നൊരു സൂചന. അള്ളാനെ സൂക്ഷിക്കണം ആ കാര്യത്തിൽ. ഒരു സഹാബി അയാളെ മകനെ കൂട്ടി വന്നിട്ട് അവനക്കൊരു ഒട്ടകം കൊടുത്തു. വിവിധ ദാസങ്ങൾ മുന്നിൽ പറഞ്ഞു, ഇവർക്ക് ഈ ഒട്ടകം ഞാൻ കൊടുക്കട്ടെ. ഒരു പിന്നെ എല്ലാം ചോദിച്ചാൽ ചെയ്യില്ല, കൊടുക്കട്ടെ. അയാൾ മകനെ കൊണ്ടുവന്ന് ഉടനെ വിവിധ ദാസങ്ങൾ വെച്ചു, നിങ്ങൾക്ക് ഈ ഒരു മാനന്നെ ഉള്ളൂ ചോദിച്ചു. അല്ല, എനിക്ക് വേറെ മക്കളുണ്ട്, ഓർക്ക് കൊടുത്തു. ഓർക്ക് കൊടുത്തില്ല, എന്നാ പറ്റില്ല. മനസ്സിലായില്ലേ? മക്കളുടെ നീതി പാലിക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ ബഹുമാനിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. ഇന്ന് ഏറ്റവും വലിയ ശിക്ഷന്റെ, അള്ളാഹുവിന്റെ കോപം ഇറങ്ങാനുള്ള മാർഗം മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കലാണ്. ഉണ്ടായാൽ ആ ജനതയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും. നിങ്ങൾ ആലോചിച്ചിട്ട് ഇമ്മക്കും വാപ്പക്കും എന്ത് വിലയല്ലെന്ന്. 2 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, വില ഇല്ലാതാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഉമ്മയും വാപ്പ തന്നെയാണ്. എന്നുവെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട അറിവ് കൊടുത്തില്ല. അതുകൊണ്ട് എന്താവും? അതുകൊണ്ട് ഒരു വേറെ വഴി മാറിപ്പോയി. ഓർക്ക് വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് കൊടുത്തു ഉമ്മയും വാപ്പയും. ഉമ്മി വാപ്പി സത്യത്തിൽ റബ്ബർ തൈ വെക്കണം മൈലിയാണ് ആരെ കണ്ടത്? മക്കളല്ല. റബ്ബറിന്റെ വളക്കെട്ട് കൊടുക്കും. അതിന്റെ മുകളിലാണെങ്കിൽ കെട്ടിവെച്ച് വളക്കെട്ടെടുത്തിട്ട് ഇത് 2ാം കൊല്ലത്തെ വളം, മറ്റേ വളം എന്നൊക്കെ പറഞ്ഞതിന് കണക്കൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8 കൊല്ലം കഴിഞ്ഞാൽ 9 കൊല്ലം കഴിഞ്ഞാൽ വെട്ടിയെടുത്ത് സീറ്റാക്കി കായുമായി വീട്ടിൽ ഇങ്ങനെ ഇരിക്കപ്പം കുറച്ച് അധ്വാനിച്ചാലും കുഴപ്പമില്ല. ഇതേ കാഴ്ചപ്പാടായി മക്കളെ കാര്യത്തിൽ ഇമ്മക്ക് വാപ്പക്കും. ഇവൻ എയറോനോട്ടിക് എഞ്ചിനീയറിങ്, മറ്റേത് എഞ്ചിനീയറിങ്, മറ്റേ എന്താണ് ഇതിന് പിന്നെ പൈലറ്റ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കണം. എന്തിനാണ് അറിയോ? എന്ത് അങ്ങോട്ട് ആദ്യം കൊടുത്താലേ മീനൊക്കെ ഈ ഇര കൂട്ടുന്നമായി ഇട്ടാലേ പിന്നെ ഇങ്ങോട്ട് ചെറിയ മീൻ കൊടുത്താൽ വലിയ മീൻ കിട്ടുന്ന പറഞ്ഞമായി അതിന് പൈസ ചെലവാക്കി നടക്കാണ്. മക്കത്ത് നിന്ന് ഒരാളിനോട് പറഞ്ഞു, കാര്യമായിട്ട് ദോശയാണ്. ഞാൻ എന്തോ രോഗമോ എന്തോ പ്രശ്നം ഞാൻ എന്തേന്ന് ചോദിച്ചു. ഇങ്ങനെ പുലി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോള് പൈലറ്റ് ആവാൻ പഠിക്കണ്ടായിരുന്നു. എവിടെ ചോദിച്ചു? ഏതോ ആഫ്രിക്കയിൽ ഇവിടെ എത്ര മണിക്കൂർ പറത്തിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊന്ന് പറഞ്ഞു, ഞാൻ ഒരു ഉമ്ര കഴിഞ്ഞ് ഇങ്ങനെ ഒരു ബിരിയാണി. അവന് ആളൊരു അപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മാണ്ട അങ്ങനെ. പിന്നെ റൂമിലൊക്കെ ഇരുന്ന് അവനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, എന്തൊക്കെയൊന്നും അറിയാത്തതൊക്കെ ചോദിച്ചു. അപ്പൊ അത്ര സാലറിക്കും പോലും അങ്ങനെ ഇത് കിട്ടും, എങ്ങനെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഞാൻ പറഞ്ഞു. ഞാൻ ചോളൊറ്റക്ക് ആഫ്രിക്കയിൽ പഠിച്ചാണ്. ഓളത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ആൾക്കാരുണ്ട്. മറ്റേ അവിടെ മലപ്പുറത്ത് നിന്ന് മറ്റേ ആളുണ്ട്. മലപ്പുറക്കാരാ, എന്നിട്ട് പിന്നെ നമ്മളെ ആൾക്കാരല്ലല്ലോ. അങ്ങനെ അത് വലിയ ഇതിൽ മക്കത്ത് നിന്നാ പറഞ്ഞു. എന്റെ താഴത്ത് ഓന്റെ മോള് ഓന് പോയി എന്നുള്ള കാര്യത്തിൽ ഇനി മാഫി സംശയം. ഇതിലേ അങ്ങനെ ആൺകുട്ടികളൊക്കെ അതേമാതിരി ഇങ്ങനെ പഠിപ്പിക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കുക, ജിമാസ്കാരില്ല, ഒന്നുമില്ല. ഒരു എഞ്ചിനീയറിംഗിന് മാത്രം ഇങ്ങനെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റേനും പഠിപ്പിക്കുക. എന്നിട്ട് ഓരോ എവിടേക്കെങ്കിലും പോവാം. ഇവിടെ കുട്ടികൾ ഇവിടെ ജോലി ചെയ്യാൻ ഒരു വിക്കുറും ഇല്ല. ഇപ്പോൾ എല്ലാ കുട്ടികളും പരിപാടി എന്തായാലും ഈ യുദ്ധമൊക്കെ സംഭവിച്ചാലും കുട്ടികൾ ചെറുപ്പക്കാർക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താ അറിയോ? ആൾക്കാർ മരിച്ചതോ യുദ്ധം നടന്നോന്നല്ല, ഇനിയിപ്പോ ഒരു പണിക്ക് പാട് പോകാൻ പറ്റില്ലല്ലോ എന്നല്ലേ സങ്കടത്തിലുണ്ട്. മറ്റേ ഫുള്ള് ആ ദുബായ് കടൽ സീ കൊണ്ട് നിറഞ്ഞെടുക്കണം. അതിനകത്ത് സീവുണ്ട്. അങ്ങനെ കൊടുക്കുന്ന എല്ലാവരും പോയി. കടലിലൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കടൽ തീർന്നിട്ടുണ്ടാവും. അത്ര സീവിങ് കൊടുത്തൊക്കെ പോരാണ് പണിക്കുന്ന. യൂറോപ്യൻ കൺട്രിയിൽ ഫുള്ള് പോവാണ്. എന്നിട്ട് എന്താ സംഭവിക്കണേ? അവിടെ പോവാ, ഇവർക്ക് ദീനൊന്നും കിട്ടിയിട്ടില്ല. അമ്മാര ഈ പറഞ്ഞ സാധനമൊക്കെ ഇപ്പൊ ആർക്കാർ നിങ്ങൾ ഈ പള്ളി വന്ന് ഇത് കേട്ടോണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്നല്ലാണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ കിട്ടുക? അല്ലെങ്കിൽ ഇപ്പൊ എന്താ കിട്ടുക?
ഇങ്ങനെ ഒരു ആയത്തിന്റെ ഖുർആനിലെ ഇമ്മായബുൽമന്ന ഇൻദക്കൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒക്കെ ഒരു ആയത്തിൽ നിന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഓൾക്കറിയില്ല, ഓല പഠിച്ച സ്കൂളിലൊന്നും ഇതില്ല. ഏത് അല്ലാഹ് എന്ന് കേൾക്കാനുള്ള ഒരു സാധനം ഈ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ല. സുഖലോലുപതയിൽ മക്കളെ ജീവിപ്പിച്ചു. കഷ്ടപ്പാട് എന്താണെന്ന് മക്കളെ അറിഞ്ഞിട്ടേ ഇല്ല. നമ്മൾ എനിക്ക് അതാണ് വലിയ കാര്യങ്ങളോട് ചെയ്യുന്ന ഉപകാരം അല്ല. ഇടയ്ക്ക് കഞ്ഞി ചമ്മന്തി കൊടുക്കണം. ഇടയ്ക്ക് മക്കളെ കഷ്ടപ്പാട് അറിയുന്ന അവസ്ഥയിലെത്തണം. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ ധാരാളം. മാതാപിതാക്കളെ അറിയാത്ത കാലം വന്നു. പെൺകുട്ടികളെ പോലെ ഇഷ്ടത്തിനായി, ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഇഷ്ടത്തിനായി. നമ്മളൊക്കെ ഭയങ്കര രാത്രിയായിട്ട് പറയുന്നത്. ഇപ്പൊ കല്യാണമൊക്കെ ആവുന്ന തന്നെ കോളേജിൽ തന്നെ തീരുമാനിച്ചു വരികയാണെന്നൊക്കെ. നാശത്തിന്റെ തുടക്കയിലെ അതുകൊണ്ട് സ്വാതന്ത്ര്യന്മാരെ മാതാപിതാക്കളോടുള്ള കടമ പാലിക്കും. ഉമ്മ ഇല്ലാതായാലേ എന്തറിയുള്ളൂ. ഈ ഇരിക്കുന്നതിൽ ഉമ്മ മരിച്ചയാളുണ്ട്, വാപ്പ മരിച്ചയാളുണ്ട്. ഓരോട് ചോദിക്കാണ്, നിങ്ങളെ വാപ്പനെ ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ വാപ്പനെ തിരിച്ചു തന്നാൽ, ഒരു 3 ദിവസത്തിന് തിരിച്ചു തന്നാൽ നിങ്ങൾ എന്തേ കാട്ടിച്ചാൽ. ഇതിലൊക്കെ ദുഃഖകരമായ സംഭവം എന്താ പറഞ്ഞാൽ, അവര് കഷ്ടപ്പെട്ട് ഇല്ലാത്തതിനെ അർപ്പിച്ച് പട്ടിനൊക്കെ കിടന്ന് നമ്മളൊക്കെ പോയിട്ടുണ്ടാക്കി. നമ്മളൊക്കെ വലുതായി എന്തെങ്കിലും ഒരു 10 രൂപ നമ്മളെ കൈമേൽ വരാനായപ്പോഴത്തേന് ഓലെന്തായി, ഓല് മരിച്ചു. നമ്മളിന്ന് സുഖിക്കുമ്പം ഓലെ ഓർമ്മ വരികയാണ്, എന്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നമ്മളും എവിടെ എത്തിയില്ല, നമ്മളും കഷ്ടപ്പാടിലുള്ളപ്പോൾ ഓല് മരിച്ചു. ഇന്ന് പോലെ നമുക്ക് ഒരു ദിവസത്തിന് കിട്ടുകയാണെങ്കിൽ. പക്ഷെ ഇത് ജീവിച്ചിരിക്കണ ഉമ്മ പരയിലുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മ അങ്ങനെ പറയണ്ടേ, ഉമ്മ അങ്ങനെ പറയണ്ടേ എന്നൊക്കെ പറയുന്നത്. ഉമ്മ പറഞ്ഞതിന്റെ ഉൾട്ടയിലാ പെണ്ണുങ്ങൾ കേൾക്കല്. ഉമ്മ എന്താ പറഞ്ഞതെന്ന് ചിലപ്പോൾ മനസ്സിലായില്ല. ഓളൊരു കാര്യം ധരിച്ചിരിക്കുന്നു. അത് നമ്മളോട് ഇങ്ങനെ പറയും, നിങ്ങളമ്മ ഇങ്ങനെ ഇറക്കണം. അപ്പൊ നമുക്ക് ഉമ്മ വയസ്സായാലും തിരിച്ച് കാര്യമില്ല, ഉമ്മന്റെ ഭാഗത്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഓളെ ഭാഗത്ത് കിട്ടും. കുറവില്ല, ക്രമിക്കുകയും അതുകൊണ്ട് പോയി ഉമ്മാരെയും വാപ്പാരെയും നോക്കി അവര് നമുക്ക് സ്വർഗത്തിന് ഒപ്പിട്ട് തരണം. നമ്മൾ എന്ന് പറഞ്ഞത് അവരാണ്. ഉമ്മനെ മാറ്റിയാക്കാൻ പറ്റില്ലല്ലോ. ഉമ്മയായിട്ടുള്ള ബന്ധം മുറിക്കാൻ പറ്റില്ല. കാരണം ഈ പൊക്കിളുണ്ടല്ലോ, പൊക്കിൾ കൊടിയെ മുറിക്കാൻ പറ്റുള്ളൂ, പൊക്കിൾ എന്താക്കാൻ പറ്റില്ല. അത് ആ ബന്ധത്തിലേക്ക് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കണം. ഈ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികൾ ഉമ്മന്റെ വാപ്പന്റെ ഒക്കെ തല അടിച്ച് പൊട്ടിക്കുന്ന കാലമാണ്. ഓറ്റ വെല്ലിപ്പനൊക്കെ കഴുത്തറക്കുന്ന കാലമാണ്. ഈ കാലത്ത് ഈ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ, ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ വഴി അവർക്ക് ദീൻ കൊടുക്കലാണ്. അവർക്ക് ദീൻ കൊടുക്കലാണ്. എന്താ ഞങ്ങളോട് വീണ്ടും പറയുന്നത്, അവർക്ക് ദീൻ കൊടുക്കലാണ്. ദീനുണ്ടെങ്കിൽ ഈ ആയത്തൊക്കെ അങ്ങനെ നെഞ്ഞുഭാഗം കുത്തും. ഉമ്മനോട് വാപ്പനോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ അത്ര അസ്വസ്ഥതപ്പെടുത്തും ഈ ആയത്തുകൾ. നമ്മളെ ഉമ്മനോട് നമുക്ക് ഒന്നും പറയാൻ തോന്നും. ഉമ്മ നമുക്ക് സ്നേഹിക്കാൻ തോന്നും, ഉമ്മ നമുക്ക് കൊണ്ടെടുക്കാൻ തോന്നും. കാരണം നമുക്ക് വേണ്ടി ജീവിച്ചതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കി. മരിച്ചുപോയ ആൾക്കാരുണ്ടാവും, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും അറിവില്ലായ്മന്റെ പേര്. ഓരിഞ്ഞ് എന്താ ചെയ്യാൻ നയിക്കും അടുത്തുണ്ടായ ചോദിക്കണോയ്ക്കും. ഇസ്ലാം ഓർക്കും ഒരു ഗ്യാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അബദ്ധത്തിൽ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച് അങ്ങനെ ഒരു മരിച്ചു എങ്കിൽ അവരുടെ ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തെ അഞ്ചത്തിമാരുണ്ടെങ്കിൽ അവരോട് നല്ല നേരിൽ പെരുമാറാം. വാപ്പാണെങ്കിൽ വാപ്പന്റെ ജ്യേഷ്ഠന്മാരോട് മാന്യമായി പെരുമാറാം. വാപ്പന്റെ സുഹൃത്തുക്കളോട്, ഉമ്മന്റെ അടുത്ത കൂട്ടുകാരികളോട് ഓരോട് മാന്യമായി പെരുമാറും. അത് മാതാപിതാക്കളെ അനുസരിച്ചതിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും. നമ്മുടെയൊക്കെ എളുപ്പമാണ്, അങ്ങനെ എളുപ്പമൊന്നുമല്ല. ഉമ്മനോട് കരുണാട്ടാൻ കഴിയാത്ത പിന്നെ ഇളയമനോട് അങ്ങനെ കരുണാച്ച. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാക്കണം. മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണ്. കാബയിലേക്ക് നോക്കുന്നത് പോലുള്ള ഇബാദത്താണ് ഉമ്മനി വാപ്പനെ നോക്കുക. അങ്ങനെ കണ്ടോട് വെറുതെങ്ങനെ നോക്കുക. ഓരോ കുറവും കുറ്റും ഓരോ നമുക്ക് വാദകളല്ലേ, അത് ഓരോ കുറച്ചുകൂടെ പറയും. അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. അത് നമ്മളെ ദുനിയാവിന്റെ തറക്കിയാണ്, നമ്മളെ ദുനിയാവിന്റെ വിജയം. മാതാപിതാക്കൾ മരിച്ചുപോയാൽ എന്താ സംഭവിക്കുന്നതെന്നാൽ സത്യത്തിൽ നമുക്ക് സ്വന്തമായി ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള ആള് മരിച്ചുപോയി എന്നർത്ഥം. മാതാപിതാക്കളുടെ സ്നേഹം പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു? ഒരു ഉമ്മയും വാപ്പയും അതിന്റെ കുട്ടിനെ സ്നേഹിക്കുന്ന എന്തെങ്കിലും പ്രതിഫലത്തിനല്ല, എന്തെങ്കിലും വസ്തുക്കൾക്കല്ല. ബാക്കി എല്ലാ സ്നേഹങ്ങളും എന്തിലേക്കും
എന്തെങ്കിലും വസ്തുക്കൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഭാര്യ ഭർത്താവിനെ നിർണ്ണയിക്കുന്നത് ഓക്കോള ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ അതിന് ആർക്കെങ്കിലും അതിന് വിപരീതമായി തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കിയാൽ എളുപ്പപ്പെടാണ്. എൻ്റെ ഭാര്യ അങ്ങനെയെല്ലാം പറയും. എന്നാ കുറച്ച് പെരേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കുറേ ഞാൻ കൊട്ടീന്ന് അറിയാം വെറുതെ എന്ന് പറഞ്ഞൊക്കെ അത് 10 ലക്ഷം രൂപ കടം കഴിഞ്ഞ് ബെത്ത കാട്ടുക എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ സ്ട്രോങ് ആയി തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തിന് എന്ത് ചെയ്യരുത്, സ്വർണത്തിനൊക്കെ വരരുത് അഡ്വാൻസ് ചൂടായി ചോദിച്ചിട്ടൊന്നുമില്ല. മക്കളും വാപ്പനോട് സാധനങ്ങളൊക്കെ കിട്ടാൻ പാടില്ല. പക്ഷെ വാപ്പിയും പറയും ഒന്നും ആഗ്രഹിച്ച ചെറിയൊക്കെ മരം നിർത്തിയിട്ടാണ് ഒലങ്ങനെ സ്നേഹിക്കുക. 35 വയസ്സായ മോൻ്റെ കിഡ്നി പോയിട്ടുണ്ട്. ചിലപ്പോൾ ആദ്യം ഞാൻ എനിക്ക് തരാമെന്ന് പറയില്ല, ആരെയും പറയും. ഭാര്യ പറയും മാച്ചാലുണ്ടാവില്ല പറയും. ആദ്യം പറയും ഉമ്മയും. അത് പ്രതിഫലം കിട്ടി വിചാരിച്ചാൽ 2 ലക്ഷം 5 ലക്ഷം കിട്ടി. ഞാനല്ല മരിക്കണം, എൻ്റെ കുട്ടിയെങ്കിലും എന്താവട്ടെ. ഈ ഇമ്മനും വാപ്പനും തിരിച്ചറിയാത്തവൻ ഓൻ എന്താണ് ഭൂമിയിൽ അറിഞ്ഞത് നിങ്ങൾ പറയും. രാത്രി വരുന്ന ആളുകൾക്കൊക്കെ അറിയാം. വീട്ടിൽ നമ്മൾ വരാണ്ട് എന്ന് അറിഞ്ഞാൽ ഉമ്മന്റെ ഉറക്ക് എന്താവൂല, വാപ്പന്റെ ഉറക്കും ഉമ്മന്റെ ഉറക്കും ഒന്നും പൂർത്തിയാവൂല. അവൻ വരാണ്ടല്ലോ എന്നുള്ള ഇങ്ങനെ ഒരു ചെറിയ ഒരു മെയിൻ്റെ അടങ്ങനെ ഉണ്ടാവും. അവിടെ ഒന്ന് വന്നിട്ട് ഉമ്മാന്ന് വിളിച്ചാൽ എന്താവും, ഉമ്മാന്ന് വിളിച്ചാൽ വാതിലൊന്നു. ഭാര്യനൊക്കെ 5 റിങ് അടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എന്താവില്ല, വന്നിട്ടുണ്ടാവില്ല. ഇമ്മ കറക്റ്റ് ഉമ്മാന്ന് വെച്ചാൽ ഇതാക്കുന്നത് കറക്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾ പറയും രാത്രി നേരം വൈകി വരുന്ന ആള് ഞാൻ സ്ഥിരം നിനക്കറിയുന്ന കുറച്ചാൾക്ക് ഞാൻ പിന്നെ ഉമ്മാനെ വിളിക്കല്ലേ, വൈഫിനെ വിളിക്കുള്ളൂ. ഒന്ന് വാതിലൊക്കെ തുറന്നു. ഉമ്മ ഒരിക്കലും കുറച്ച് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ ഈ ഉണർന്ന ഉടനെ ഒന്ന് ഫോൺ അങ്ങനെ സ്വഭാവമുണ്ട്. ഈ നമ്മുടെ സൈഡിലുണ്ടാവില്ല, അലാറത്തിന് വെച്ച് വെറുതെ നോക്കും. ഞാൻ വെറുതെ നോക്കിയപ്പോൾ 1:10 ഉമ്മന്റെ കോൾ. ഞാൻ ചാടി താഴത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി എന്താ പറ്റുക. അപ്പൊ ഉമ്മന്റെ നിസ്കരിക്കില്ല. അപ്പൊ ചെറിയ സമാധാനമായി. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി വന്നിട്ട് ഉമ്മനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഒരു 1:10 വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ 1:10 നീ വരും അറിഞ്ഞി, നീ വന്ന് ഞാൻ അറിഞ്ഞില്ല. ഏത് എനിക്ക് വൈഫ് വാതിലൊന്നും ഞാൻ മുകളിലേക്ക് കയറി പോയതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഉമ്മ എന്ത് ചെയ്യാണ്, ഒന്നിങ്ങനെ അടിച്ചില്ല. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങനെ ഫോൺ ബെല്ല് കേട്ടപ്പോൾ ഞാൻ എത്തിയില്ലല്ലോ, ഞാൻ കട്ടാക്കിയതാണ്. അങ്ങനെ ആലോചിച്ച് നമ്മൾ വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും എന്ത് ചെയ്യാണ്. അപ്പൊ അതിന് വേറെ 100 ചിന്ത വന്നിട്ടുണ്ടാവും. എവിടെങ്കിൽ കുറച്ചെണ്ണം വണ്ടിയാണ് സത്യോ അച്ഛനുണ്ടായ വീണോ ഒക്കെ അതൊക്കെ ആലോചിച്ചിട്ടാണ് ആ വിളി. അപ്പൊ കോളാണ് ബെല്ലടിച്ചപ്പോ ഒന്നില്ല. ഈ സ്നേഹം തരാൻ ഇനി ബാക്കിയല്ലാന്ന് പറയാറുണ്ടാവില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ക്ലാസ്സിൽ നിന്നാണ്. അവർക്ക് ഇതേമാതിരി ജമാഅത്തിന് ഒരു ഫിക്സാണ് പെട്ടെന്ന്. വലിയ ആളായതിനു ശേഷം അവസാനം പെട്ടെന്ന് ഓരോ ഡോക്ടറുണ്ട്, ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോർമല. പിന്നെ ഉണ്ടായി നോക്കാറ്. പിന്നെ കുറേ ഒരു 5-6 മാസം കഴിഞ്ഞാൽ ഒന്നുകൂടി ഉണ്ടായി. അപ്പൊ ഒന്ന് എന്തായാലും ഡോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആദ്യം നടന്ന പെരയിലൊന്നും അറിയിച്ചില്ല. രണ്ടാമത്തെ പിന്നെ എന്തായാലും അറിയിക്കേണ്ടി വന്നു. അങ്ങനെ ചെക്കപ്പും മറ്റേതൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അവന്റെ വാപ്പുണ്ട് ഫുൾ സ്ട്രോങ് ആണ്. ഇപ്പോഴും ഇവനോട് എത്ര വെച്ചിട്ടുണ്ടാവും ഇന്നൊക്കെ ചീത്തറി. ഞാൻ ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടായതാണ്. മോൻ ജമാഅത്തിലുള്ളത്. അപ്പൊ ഒന്ന് സോപ്പിടാന്ന് വിചാരിച്ചിട്ട് കയറ്റി കൊണ്ട് വീണ്ടും ചീത്ത തന്നെ. അനക്കതില്ല, കേസ് കൊടുക്കും, മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇവൻ ഈ അസുഖം വന്നപ്പോ ഇവനെ കാണാൻ വന്നു പാപ്പ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ പോയി ഭയങ്കര കരച്ചിൽ. ഇവൻക്ക് അപ്പം 46 വയസ്സൊക്കെ ഉണ്ടാവും. 43, 45, 46 വയസ്സുണ്ടാവും. ഭയങ്കര കരച്ചിൽ. അപ്പൊ ഇവർക്ക് കഴിഞ്ഞ് വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്താല്ലേ ഞാൻ വിചാരിച്ചു വാപ്പ എന്നോട് ഭയങ്കര വിരോധാണ് വിചാരിച്ചു. വാപ്പന്റെ കരച്ചിൽ കണ്ടോടിക്കും. വാപ്പന്റെ സ്നേഹം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഈ അധിക വാപ്പാർക്ക് എന്താ സ്നേഹം കാണിച്ചു കൊടുക്കാൻ അറിയില്ല. കുപ്പിയിൽ മറച്ചിട്ടുണ്ടാവും എന്ത് അത്രയും. പക്ഷെ അത് തുറന്ന് തേച്ചു കൊടുക്കുക എന്നുള്ളത് അധികം വാപ്പാർക്ക് അറിയില്ല. പോലെ ഉള്ളിൽ മറച്ച് സ്നേഹിക്കും, ചൂടാതെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അവസ്ഥ മാറും. ഒരു വാപ്പക്ക് ഒരു മോണ്ടായിരുന്നു, അവന് പഠിപ്പിച്ച് ആലിമൊക്കെ അയക്കുന്നതാണ്, സ്കൂൾ അധ്യാപകന്. ഇദ്ദേഹത്തിന് ഒരു 78 വയസ്സൊക്കെ ആയപ്പോൾ അവൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഒറ്റടി ഒരു ക്ലാസ് നടന്നുകൊടുക്കുന്നതിൽ എല്ലാവരും വീണ്ടും മരിച്ചു. ഞാൻ യാത്രയിലുണ്ടായിരുന്നു. ഞാൻ അയാളെ കാണാൻ വേണ്ടി വന്നതിന് ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞാൻ വന്നത്. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. പ്രായമായിരുന്നല്ലോ, 78 വയസ്സുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ കണ്ടു.
എന്നെ കണ്ട പാടെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ കരഞ്ഞു. എന്നോട് പറഞ്ഞു, എന്താ മോനെ ചെയ്യുക? അദ്ദേഹം വലിയ ആലിമാണ്, കുറെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയാളാണ്. അപ്പോൾ അദ്ദേഹം വെച്ച് 2 കൊല്ലം പുറത്തു വെക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കൈ വെച്ച് ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊഴുകി പറഞ്ഞു, ഞാൻ എൻ്റെ മോൻ്റെ ജനാസ നിസ്കരിക്കാൻ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. മോനെ ഞാൻ പഠിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഓൻ്റെ ജനാസ ഞാൻ നിസ്കരിക്കേണ്ടി വന്നല്ലോ എന്നപ്പോൾ ഭയങ്കര കാറ്റ്. ഞാൻ അങ്ങനെ ആലോചിച്ച്, ഇവന് കുട്ടികളായി, ഇവന് കല്യാണം കഴിച്ചു, ഇവന് വലിയ ആളായി, ഈ വാപ്പയ്ക്ക് 20-something വയസ്സ് കഴിഞ്ഞിന്, പ്രായമായി. എന്നിട്ടും മകനോടുള്ള സ്നേഹം, ഈ സ്നേഹം ഉള്ളിലുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ വാപ്പയ്ക്ക് നമ്മോട് ദേഷ്യാണ്, നമ്മളെ ഉമ്മക്ക് നമ്മോട് ദേഷ്യാണ്, ഞാനും കുട്ടികൾ നല്ല കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. കബീബിനെ ഒരിക്കലുമില്ല. ഓരോരോ അവസ്ഥന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറയാം. സ്നേഹത്തിന്റെ ഊക്കിന്റെ പേരിലുള്ള പറച്ചിലാണ്, ഇതിൻ്റെതാണെന്നുള്ള അവകാശവാദത്തിന്റെ പേരിലുള്ള പറച്ചിലാണ്. സത്യത്തിൽ നമ്മൾ ഉമ്മന്റെ തന്നെയല്ലേ. നമ്മളെ എന്തൊക്കെ ചോദിച്ചാൽ അതാണ്ടാകുക. അതുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാനേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വാക്കുകളോടും ചെറുപ്പക്കാരോട് നിങ്ങൾ പങ്കുവെക്കണം, ഓരോട് പറഞ്ഞു കൊടുക്കണം. ഓർക്ക് അറിയില്ല. സത്യത്തിൽ പഴയ കുട്ടികൾക്കൊക്കെ അറിയാം, പഴയ ആൾക്കാർക്കും അറിയാം. അവർ മരണപ്പെട്ടു പോയാൽ എന്തൊക്കെ അവസ്ഥകൾ പറയും. നമുക്ക് വേണ്ടിയുള്ള ദുആ പോയി, നമ്മളെ കാര്യങ്ങൾ ചോദിക്കാൻ ആരില്ല, അത്താണില്ലാത്ത ആൾക്കാരെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വാപ്പ 3 കൊല്ലത്തോളം കിടന്ന് അതേ കിടപ്പിൽ കിടന്നു. കയ്യും കാലും അനൂല, സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇതായത്. പക്ഷെ തലന്റെ അങ്ങോട്ടേക്ക് കണ്ണ് കാണും, സംസാരിക്കും, അതിനൊന്നും കുഴപ്പമില്ല. കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു. അങ്ങനൊരു കോട്ടേജിലുണ്ട്, 2 റൂമുള്ള ഒരു പെങ്ങളുണ്ട്, ഒരു സുഖമില്ലാത്ത. അപ്പൊ ഞാൻ ഒരിക്കൽ കാണാൻ വേണ്ടി പോയപ്പോൾ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഗേറ്റിന്റെ അടിയിലാവും. അത് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടാണ്ട്. അപ്പൊ അതിന്റെ ചുവട്ടിൽ ഒരു കട്ടിൽ ഇങ്ങനെ കിടക്കണം. അപ്പൊ ഞാൻ പോയി വർത്താനൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ കുറെ 3 കൊല്ലത്തോളം ഉണ്ടായി അതേ കിടക്കും. ഓനെ എന്നെ കുളിപ്പിക്കും. ഒരൊറ്റ മോനും ഉള്ളൂ. മോനെ ഉരുക്കും പോയില്ല, ആരുള്ളോണ്ട് ഉള്ളതുകൊണ്ട്. എന്നിട്ട് ജോലിക്ക് പോകും, തരും കുളിപ്പിക്കണമെങ്കിലും എടുത്ത് കിടത്തണമെങ്കിലും എല്ലാത്തിനും ആര് വേണം? ഇവൻ വേണം. അതുപോലെ ഉടുക്ക് അങ്ങനെ പോകാതെ അവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ 2-3 കൊല്ലായി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ മൈസൂരിൽ പോയപ്പോൾ അവിടെ ആരൊക്കെ നമ്മളെ കൂട്ടുകാരൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ആട്ടുപെട്ട് പാസ് ചെയ്ത് ഇവര് ജമാഅത്തിലുണ്ട് അവിടെ മൈസൂരിൽ 25 കിലോമീറ്റർ ഉള്ളിൽ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ വിവരം കിട്ടി. അപ്പോൾ ഇവരെന്നെ വിളിച്ചു. നിങ്ങൾ മൈസൂരിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എവിടെയല്ലേ ചോദിച്ചു? ഞാൻ മൈസൂരിൻ്റെ. അവിടെ 10-25 കിലോമീറ്റർ ദൂരമല്ലേ. അവരോട് നിങ്ങൾ ഒന്ന് വരി ജമാഅത്തിന് എത്തിക്കുന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ഇങ്ങോട്ട് തിരിച്ചു പോരാനുള്ള വിക്കറും തിരക്കിലും. എനിക്ക് ഇവിടെ രാവിലെ വേറെ പണിയുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞോടാ, എങ്ങനെയാണ് 25 കിലോമീറ്റർ പറഞ്ഞാൽ ഇവിടുത്തെ ട്രാഫിക്കും ജാമാണ്, നടക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കാര്യം പറഞ്ഞു. കുറെ നിർബന്ധിച്ച് അവർക്ക് പറ്റാഞ്ഞിട്ടാണ് ഇദ്ദേഹം വരികയെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്തപ്പൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചു. അവൻ പെട്ടെന്ന് സൗണ്ട് മാറി. അവനോട് ഒട്ടും മരിച്ചില്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ജമാഅത്തിലുള്ളപ്പോഴാണ് മരിച്ചു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ മരിച്ചില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് അത്ര ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, എൻ്റെ ഒപ്പം മരിച്ചു എനിക്ക് എന്താ ഫീൽ ചെയ്തു? ഞാൻ ചോദിച്ചു, എൻ്റെ ഒപ്പം മരിച്ചു എനിക്ക് എന്താ ഫീൽ? അപ്പൊ അങ്ങനെ ഒരു തൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അവനോട് പറഞ്ഞു, നമ്മൾ നടന്നു പോകുമ്പോൾ നല്ലൊരു വെയിലുള്ള സ്ഥലത്തൂടെ നടന്നു പോകണം, കൊടയില്ല, ഒന്നുമില്ല. അങ്ങനെ വിയർത്തപ്പോ ചൂട് കാരണം നമ്മളെ മരത്തിന്റെ ചൂടിൽ നിന്നു ആ മരം മറിഞ്ഞടി വീണാല് എന്തൊക്കെ അവസ്ഥ, ആ അവസ്ഥയിലാണ് ഞാൻ കണ്ടത്. ഞാൻ പൊരി വെയിലത്ത് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എടാ 3 കൊല്ലത്തോളപ്പ ഒരു കറുത്ത അങ്ങനെ കിടക്കല്ലേ? സത്യത്തിൽ എന്താണ് അവർക്ക് ഓടി പോകാനും കഴിയൂല, അങ്ങനെ നോക്കും വേണം. അപ്പോൾ സത്യത്തിൽ എന്താ ഉണ്ടാവേണ്ടേ? നിങ്ങൾ പറയും, നമ്മളെ ചിന്തയിൽ എന്താ ഉണ്ടാണ്ടേ? ഓന് റാഹത്താകാൻ വേണ്ടത്. ഏതായാലും ഇപ്പൊ ആദ്യത്തിൽ തിരിച്ചു വരുന്നില്ല, എന്നാൽ റാഹത്തായി മരിച്ചല്ലോ. ആ അർത്ഥത്തിൽ ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു, ഇപ്പൊ അങ്ങനെ അസുഖമായി കിടന്നില്ലേനോ? നീ എന്നെല്ലാം നിന്നിരുന്നേ, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ടില്ലായിരുന്നോ? അപ്പോ എന്നോട് പറയാണ്, എന്താണ് ഇത്ര പ്രയാസം അനുഭവപ്പെട്ടെന്ന് വെച്ചപ്പോൾ പറയാം, ഞാൻ രാവിലെ പോകുന്നു, ഇപ്പൊ സലാമൊക്കെ പറയും, അപ്പോഴത്തേക്ക് പോവാല്ലേ ചോദിക്കും. ഞാൻ പോകാനറിയും. ഞാൻ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വരും. അപ്പം ഇത് എവിടുന്ന വരുന്നതെന്ന് ചോദിക്കും. ഞാൻ വന്ന് വരാനറിയും. നീ ചിലപ്പോൾ പള്ളിയിൽ ചൂടുണ്ട്, ആ ചൂടുന്ന വരാൻ അവിടെ ചൂടുണ്ടായിഞ്ഞാണ്. ഈ 2 വാക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ നടക്കും. ഓൻ പറയാൻ എന്നോട്, വാപ്പ മരിച്ചു, കബറടക്കി, ഞാൻ തിരിച്ചു വരുമ്പോൾ സങ്കടം പറഞ്ഞു. ഇതെന്നോട് നീ എവിടുന്നാണോ വരുന്നതെന്ന് ചോദിക്കാൻ ഭൂമിയിൽ അധികാരമുള്ള ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കായില്ലേ? ഇതാണ് വാപ്പ, ഇതാണ് ഉമ്മ.
ജീവിച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. പാപ്പാരന്മാർ ജീവിച്ചിരിക്കുന്നത് അതിനെ ഗനീമത്തായിട്ട് കണ്ടു, ഗനീമത്തായിട്ട് കണ്ടു. കൈവന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. അവരോടുള്ള കടമകൾ പൂർത്തിയാക്കി, മക്കൾക്ക് അവരോടുള്ള കടമകൾ പൂർത്തിയാക്കി. മാതാപിതാക്കൾ ആരാണെന്ന് എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തു. മാതാപിതാക്കളെ പഠിപ്പിച്ചു കൊടുത്തു. മാതാപിതാക്കളെ അറിയാത്തവൻ, ഓനൊന്നും അറിയാത്തവൻ, ഓ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഓ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? അറിയേണ്ടത് അറിയണ്ടേ? അവിടെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മളെ മക്കളെ ഭൗതികതയുടെ അവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ. ഇത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ കുടുംബം നമ്മൾ നോക്കാൻ ആരുണ്ടാവില്ല. ഞാൻ നമ്മളോട് പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിലൊക്കെ കാണുന്ന വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, ആളുകൾ വലിയ വണ്ടിയൊക്കെ ഇങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ വീൽ ചെയർ കയറ്റാനുള്ള ഒരു പാലമായിട്ട് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീട്ടിക്കാം, എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഞാൻ ബസ്സിൽ കയറ്റി കൊണ്ടുപോകാം. വയർലെസ് ആയിട്ടും സ്ട്രോക്ക് ആയിട്ടും മറ്റൊക്കെ ആയിട്ടും വീട്ടിൽ വയസ്സായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് മക്കളില്ല, അവർക്ക് ആരുമില്ല, അതുപോലെ നോക്കാൻ ആവില്ല. എന്നിട്ട് ഇവർ കൊണ്ടുപോകുക. എന്നിട്ട് 1 മണിക്കൂർ അവിടെ കുറെ പാർക്കുകളുണ്ട്, ആ പാർക്കിൽ കൊണ്ടുപോയി ഇറക്കി വരും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കാറ്റ കൊണ്ട് അങ്ങോട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞു ഈ വായത്തന്മാർ ഇവർ മാത്രം 1 മണിക്കൂർ കറക്റ്റായ അവർ തിരിച്ചുകൊണ്ട് വരും. അതിന് $300 എന്നിട്ട് മതിയാവും. എന്നോട് ഓസ്ട്രേലിയയിൽ ബന്ധം, എന്റെ വീടിന്റെ തൊട്ട് അടുത്തുള്ള വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീന്റെ അവിടെയാണ് ആ സ്വന്തം വീട്. അവരുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ആ സ്ത്രീന്റെ വീട് ഇതേമാതിരി ആ സ്ത്രീക്ക് ആരുമില്ല, കാരണം കല്യാണം കഴിച്ചില്ല. അവിടെ ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ജീവിച്ചു തീർന്നു, ആരും നോക്കാനില്ല. എന്നിട്ട് ഈ വീട് മൊത്തം ഒരു വൃദ്ധസദനത്തിന്റെ ആൾക്കാർക്ക് എന്ത് ചെയ്താണ് എഴുതി കൊടുത്താണ്, കാലശേഷം ചെയ്യാൻ എഴുതി കൊടുത്ത് കഴിഞ്ഞു. എന്നിട്ട് ഒരു മര്യാദയ്ക്ക് ആ സ്ത്രീനെ നോക്കില്ല. കഴിഞ്ഞ സ്ഥാനമൊക്കെ കിട്ടിയപ്പോൾ ഓരോ സ്ത്രീ അങ്ങനെ നിരകിച്ച് ബുദ്ധിമുട്ടായിട്ടാണ് സ്ത്രീ മതി. ഇത് ഓസ്ട്രേലിയയിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേമാതിരി UK ഇതേമാതിരി സംഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെയാണ് നമ്മളെ മക്കൾ പോണത്. ഇവിടുന്ന് സ്റ്റഡി വിത്ത് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു എന്തോ കാര്യമായിട്ട് എന്തോ ജോബാണ്. ഈ വെല്ലിമനെ കുളിപ്പിച്ചതൊക്കെയാണ്, ഈ വെല്ലിയാപ്പത്തെ കുറിച്ച് ഇങ്ങനെ കാല് കൈയൊക്കെ ഈ വൃത്തിയാക്കുന്ന പണിയാണായിരിക്കും. ഇവിടുത്തെ സേട്ടൂരിന്റെ, ഇവിടുത്തെ ആചാരെ, ഇവിടുത്തെ വലിയ വലിയ മൊരാളിന്റെ മോൻക്കൊക്കെ പണിയതാണ്. കാരണം അവരിന് $30, $40, $50 കിട്ടും, പഠിക്കും ചെയ്യാം, പൈസയായി. ബാപ്പന്റെ കാലിൽ കുടിച്ചു കൊടുക്കാനും കേൾക്കാനും നോനെ കിട്ടൂല. അവൻ നിങ്ങൾ ചെയ്തോളൂ, സായിപ്പിന്റെ കാല് കഴുകാൻ വേണ്ടി വിട്ടോളി മക്കളെ. അതുകൊണ്ട് ഈ ആയത്ത് പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ദീൻ പഠിക്കാൻ എല്ലാവരും മോൻ കൂടെ ഉണ്ടായാൽ മാഷാഅല്ലാ റാഹത്തായി. അതുകൊണ്ട് മക്കളെ ദീൻ പഠിപ്പിക്കും. നമുക്ക് അതിഥിവരാക്കാൻ. വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് മുസ്ലിമീങ്ങളാണ്. ഇപ്പോഴത്തെ ആ മുസ്ലിമീങ്ങളൊക്കെ പറയുന്നത് എന്ത്, മുസ്ലിമീങ്ങൾ ഓരോ മാതാപിതാക്കളെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പഴയതിന്റെ സാധനമാണ്. പുതിയ ടീമൊക്കെ തരഞ്ഞി ഓലമായി തന്നെ ഓരോ വിദ്യാഭ്യാസമാണ് പോയിട്ടുള്ളത്. ഉമ്മ വാപ്പ അതവും ഇതവൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികളെ ചില വൃദ്ധസദനത്തിലൊക്കെ ഇപ്പൊ 2 3 ആയിരുന്നു. അതായി തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായാലും ഇടയ്ക്ക് വരും. നമ്മളെ ഇരിക്കുന്നത് കാരണം ചെക്കന്മാർക്ക് അറിയില്ല, പൈസ അയച്ചിട്ടാൽ മതി. അതുകൊണ്ട് മാതാപിതാക്കളോട് മാന്യമായി പെരുമാറപ്പെടും. മാതാപിതാക്കളോട് അതുകൊണ്ട് റമദാൻ മാസം തീരുന്നതിന് മുമ്പ് വേഗം ചെയ്യാം. കാരണം നമുക്ക് പുറത്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മലക്കിന്റെ ദുആ നിബിധന സാഹചര്യം ഞങ്ങളുടെ ആമിയും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബങ്ങളോട് ബാക്കിയുള്ളവരോടുള്ള ബന്ധങ്ങളെ പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞത് എന്താണ് എന്നാൽ ദീൻ എന്ന് പറഞ്ഞ ഒരു നിസ്കാരം നോമ്പ് മാത്രമല്ല, ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ദീനുണ്ടാകും. അല്ലാഹു തആല നമ്മളെ കൂടുതൽ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള നല്ല ഭാഗ്യമൊക്കെ പറിച്ച് നമുക്ക് തേമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ അല്ലാഹു അവരെ ഖബറുകളെ വിശാലാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് അവർക്ക് അല്ലാഹു വലിയ പ്രതിഫലത്തിൽ കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കും.